വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ മാന്യവ്യക്തികൾക്കും നമസ്കാരം. HRPM നടത്തുന്ന MSME കോൺക്ലേവിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. അതിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. MSMEയെ പറ്റിയും HRPMനെ പറ്റിയും ആധികാരികമായിട്ട് സംസാരിക്കാൻ അതിന് ബന്ധപ്പെട്ടവരുള്ളതിനാൽ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നത് HRPMൻ്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻറ്റും അഡ്വക്കേറ്റുമായ അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോസഫ് പുത്തൻചിറയാണ്. അദ്ദേഹത്തെ ഞാൻ വിനീതമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് നമ്മുടെ ഉദ്ഘാടകനും HRPMൻ്റെ ദേശീയ അധ്യക്ഷനുമായ പ്രകാശ് ചെന്നിത്തല സാറാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ അതിഥിയായി എന്നേറ്റിരുന്നത് ജസ്റ്റിസ് MR ഹരിഹരൻ നായരാണ്. അദ്ദേഹത്തെ വെയിറ്റ് ചെയ്താണ് നമ്മൾ ഇത്രയും നേരം താമസിച്ചത്. അദ്ദേഹം വന്നില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇൻഡസ്ട്രീസ് വകുപ്പിൻ്റെ GM ആയിട്ടുള്ള ശ്രീ ഷിറാസ് അവർകളാണ്. അദ്ദേഹം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബാങ്കുകളുടെ വായ്പ പദ്ധതികൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീ ജയമോഹൻ അവർകളാണ്. നമ്മുടെ ലീഡ് ബാങ്കിൻ്റെ മാനേജറാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KFC പദ്ധതികളെക്കുറിച്ച് നമ്മൾക്ക് അത് സംബന്ധമായ വിവരങ്ങൾ നൽകുന്നത് ശ്രീ ജിനു യോഹന്നാൻ അവർകളാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്പെഷ്യൽ അഡ്രസ്സ് നടത്തുന്നത് ഇൻഡസ്ട്രീസിൻ്റെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന ശ്രീ KB രാധാകൃഷ്ണനാണ്. അദ്ദേഹം എൻ്റെ സ്വന്തം സഹോദരൻ കൂടിയാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. റോൾ ഓഫ് MSME ഇൻ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന വിഷയത്തെ ശ്രീ രവീന്ദ്രൻ കനങ്കയാണ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളുടെ HRPMൻ്റെ സ്റ്റേറ്റ് ലീഗൽ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് ശ്രീ RR നായരാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. HRPMൻ്റെ ജില്ലാ സെക്രട്ടറി ഡോക്ടർ അജീഷ് SV ആണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പേറ്റൻ്റ് ആയിട്ടുള്ള ശ്രീ ഉപേന്ദ്രൻ കോൺട്രാക്ടർ, അദ്ദേഹത്തെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് രവീന്ദ്രൻ നായർ പുഞ്ചക്കരി സാറിനെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി പുഷ്പലത HRPMൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ്. മാഡത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വിജയകുമാർ നമ്മുടെ ട്രഷററാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി സിത്താര ചന്ദ്രൻ HRPMൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. മാഡത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് ഡോക്ടർ മേരി CA മാഡം എക്സിക്യൂട്ടീവ് മെമ്പറാണ്. മാഡത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ദിവ്യ ശിവൻ
എക്സിക്യൂട്ടീവ് മെമ്പറാണ് HRPMൻ്റെ. മാഡത്തിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോസഫ് സക്കറിയ HRPMൻ്റെ മെമ്പറാണ്. സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ സംരംഭം HRPMൻ്റെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിനെ സ്വാഗത പ്രാസംഗിക വിട്ടുപോയിട്ടുള്ളതാണ്. ഞാൻ ആ വിട്ടുപോയതിന് മാപ്പ് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട രവീന്ദ്രൻ കണ്ടകരി സാർ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന MSME ചെറുകിട വൻകിട തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഓരോ കുടിലുകളിലും ഓരോ ഭവനങ്ങളിലും ഓരോ പദ്ധതി ആവിഷ്കരിക്കണം. അതിൻ്റെ ശാസ്ത്രീയവും സാങ്കേതികവുമായ വശങ്ങളെക്കുറിച്ച് ഇന്ന് കേരളമെമ്പാടും പോയി പഠിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അങ്ങനെ ആളുകളെ ഈ രാജ്യത്തിൻ്റെ വിഭവ സമാഹരണം എത്രമാത്രം കൂട്ടാൻ സംഭരിക്കാം എന്ന് പഠിപ്പിക്കുന്ന രവീന്ദ്രൻ കണ്ടകരി സാറിനെ ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ആരംഭത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഇന്നൊട്ടനവധി സംരക്ഷണത്തിൻ്റെ പേരിൽ പൊതുജനങ്ങളുടെ സംരക്ഷണം എവിടെയെല്ലാം നിയമം ഹനിക്കപ്പെടുന്നുവോ, എവിടെയെല്ലാം പൗരൻ്റെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം നമുക്കറിയാം അവിടെ സംരക്ഷണം ആവശ്യമുണ്ട്. എന്നാൽ ക്രിയാത്മകമായി മനുഷ്യ സമൂഹത്തിന് കേരളത്തിലെമ്പാടുമെന്ന് മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് മനുഷ്യാവകാശങ്ങൾ ധ്വംസനം എവിടെ ഉണ്ടായിരുന്നാലും അതിനെതിരെ ശബ്ദിക്കുക, അതിനെതിരെ പ്രതികരിക്കുക, അധികാരികളുടെ കണ്ണു തുറക്കുക, അധികാരികളെ ഏത് മേഖലയിലാണ് അവിടെ ശ്രദ്ധ കൂടുതൽ വേണ്ടത്, ഏത് വിധത്തിൽ അവകാശങ്ങൾ ഹനിക്കപ്പെട്ടിരിക്കുന്നത്, ധംസിക്കപ്പെട്ടിരിക്കുന്നത്, അവിടെയൊക്കെ ഒരു ചാവേർ പടയാളിയെപ്പോലെ കടന്നു ചെന്ന് സാമ്പത്തികമോ അല്ലെങ്കിൽ പരാധീനതകളൊന്നും പരിഗണിക്കാതെ അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനമായി ഇന്ന് ഇന്ത്യയെമ്പാടും ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രകാശ് ചെന്നിത്തല. അദ്ദേഹമാണ് ഈ സംരംഭത്തിൻ്റെ ഇവിടുത്തെ ദേശീയ ചെയർമാൻ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെ ജില്ലാ കമ്മിറ്റി രൂപം കണ്ടതിൽ ഞാൻ അനൽപമായ ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. ഞാൻ അതിവിടെ പ്രകടിപ്പിക്കുന്നതിനുള്ള കാരണം ഈ മനുഷ്യാവകാശത്തെ സംബന്ധിച്ചുള്ള അവബോധം മക്കളിൽ ഉണ്ടാക്കുന്നതിന്, ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് ഇവിടെ കോൺസെൻട്രൈസേഷൻ, അവർക്ക് സാക്ഷരത, നിയമ സാക്ഷരതാ ക്ലാസുകൾ നടത്തി കേരളമെമ്പാടും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇവിടുത്തെ റവന്യൂ പോലീസ് അധികാരികൾക്ക് അദ്ദേഹത്തെ സുപരിചിതമാണ്. അത് എല്ലാവർക്കും അറിയാം. കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിമാരും നമ്മുടെ സുപ്രീം കോടതിയിലെ എല്ലാവരെയും അതുകൊണ്ട് തന്നെയാണല്ലോ ഇതിൻ്റെ ദേശീയ നേതൃത്വത്തിൽ നിൽക്കുന്നത്, അതിൻ്റെ രക്ഷാധികാരിയായി നിൽക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാർ, ഹൈക്കോടതിയിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ജഡ്ജിമാർ, അവരെയൊക്കെ ഒരു കോർത്തിൽ ഒരു പൂവിൻ്റെ ഇടൽ പോലെ കോർത്ത് പിടിച്ച് ഈ സംരംഭത്തെ അതിമനോഹര ഭംഗിയായി, ഊർജ്ജസ്വലമായി, ഊഷ്മളമായി സംഘടിപ്പിച്ച് ഈ രാജ്യമെമ്പാടും പ്രവർത്തിക്കുന്ന പ്രകാശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഉള്ള മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്
ഒരു MSME കോൺക്ലേവാണ്. എന്താണ് MSME കോൺക്ലേവ്? അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുവാൻ സമൂഹത്തിലെ അടിത്തട്ടിലേക്കും മേൽത്തട്ടിലേക്കും ഇടയിലേക്കും അവരെ തൊഴിലധിഷ്ഠിതമായ പരിശീലനം കൊടുത്ത് അവർക്ക് ഒരു ദിവസത്തെ അന്നത്തിനുള്ള വക അവർക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ സ്വയം പര്യാപ്തതയിലേക്ക് ഓരോ ഭവനങ്ങളെയും ഓരോ സമൂഹത്തെയും ഓരോ കുടുംബത്തെയും തദ്വാര ഭാരതീയരെ മുഴുവൻ സ്വയം പര്യാപ്തതയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിൽ ഈ കോൺക്ലേവ് മാറണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഇന്ന് ഈ സംരംഭത്തിലൂടെ തുടക്കം കുറിക്കുന്നത്. ഇത് കേരളം മുഴുവൻ ഓരോ ജില്ലകളിലും വ്യാപിക്കാൻ പോവുകയാണ്. കേരളത്തിലെ ഓരോ ളിലും ഇത് വ്യാപിപ്പിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത് ഷിറാസ് സാറാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തും. വ്യവസായ വകുപ്പിൻ്റെ ജനറൽ മാനേജർ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തും. ഷാജി വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഡ് ബാങ്കിൻ്റെ ജനറൽ മാനേജറായ ജയകുമാർ സാർ. പലർക്കും തെറ്റിദ്ധാരണയുണ്ട്, നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടുന്നില്ലല്ലോ, അല്ലെങ്കിൽ പലിശ അധികം. എന്നാൽ ആ ബാങ്കിൽ നിന്ന് എപ്രകാരം ലോണിന് നാം അവിടെ സമീപിക്കണം, ഏതൊക്കെ കാര്യങ്ങൾക്ക് ഏതൊക്കെ വിധത്തിൽ ആപ്ലിക്കേഷൻ കൊടുക്കണം, സൗജന്യമായി തന്നെ നമുക്ക് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ കഴിയുമോ, നമ്മളിൽ നിന്ന് തുച്ഛ രൂപയുടെ മൂലധനം മുടക്കാൻ മൂലധന വ്യവസ്ഥയിൽ നമുക്ക് കിട്ടാൻ സാധ്യത, അതിൻ്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട ജയകുമാർ സാർ ഇവിടെ വിശദീകരിക്കും. നമ്മുടെ KFCയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഇവിടെ വന്നിട്ടുണ്ട്. ലോണെന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയം. എന്താ ഭയം? പലിശ പിടിക്കുന്നു. എന്നാൽ പലിശ പിടിക്കേണ്ടത് ഒരു സ്ഥാപനം നടത്തിപ്പോകുന്നതിൻ്റെ ആവശ്യമാണ്. ഒരു ബാങ്കിങ് സ്ഥാപനത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ലോണുകൾ എത്രമാത്രം കൊടുക്കുന്നു, അതാണ് അവരുടെ അസറ്റ്, അതാണ് അവരുടെ സമ്പത്ത്. എന്നാൽ അവിടെ അതവരുടെ സമ്പത്തല്ല. അപ്പൊ നിക്ഷേപത്തേക്കാൾ കൂടുതൽ അവർക്ക് ലഭിക്കേണ്ടത് ലോണുകളാണ്. ആവശ്യക്കാർ വരുന്നതനുസരിച്ച് ലോൺ ആ ബാങ്കിന് സമൃദ്ധിയിലേക്ക് പുരോഗതിയിലേക്ക് പോവുക. അതിൻ്റെ ബഹുമാനപ്പെട്ട നമ്മുടെ ജനറൽ മാനേജർ യോഹനാൻ സാർ ഇതിനെ വിശദീകരിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലായി അവരുടെ വിഷയങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ കാര്യത്തിൻ്റെ ഉപരിപ്ലവമായിട്ടുള്ള അറിവിലേക്ക് ഞാൻ വിരൽ ചൂണ്ടിയെന്ന്. എന്തായിരുന്നാലും ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ പ്രസ്ഥാനത്തിനിവിടെ പേട്ടനായി രക്ഷാധികാരിയായിരിക്കുന്നത് ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്ത് സഹോദരൻ ഉപേന്ദ്രൻ സാറാണ്. ഉപേന്ദ്രനെ ഞാൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം SNDPയുടെ ഈ മേഖലയുടെ നിയന്ത്രണം മാത്രമല്ല, ആ ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല, എല്ലാവരോടും സഹാനുഭൂതിയോടുകൂടി സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്നേഹസമ്പന്നനായ സുഹൃത്തിനെ അദ്ദേഹത്തെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഈ തിരുവനന്തപുരം ജില്ലയുടെ പേട്ടനായി പ്രവർത്തിക്കുന്നതിൽ എനിക്ക് അനൽപമായ ആഹ്ലാദമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെല്ലാം വിശദീകരിച്ച്, അതുപോലെ തന്നെ ഇതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ അനിൽ തോമസ്, ഏതാണ്ട് ഇപ്പോൾ തന്നെ 1000 ഏക്കറോളം വയൽഭൂമി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിതാമഹൻ തൊട്ട് 10,000 ഏക്കർ കണക്കിന് കൃഷികൾ ചെയ്ത് സമൂഹത്തിലെ കണ്ണീരൊപ്പാൻ, അവർക്ക് വേണ്ടി പദത്തിന് വേണ്ടി വാദമുറകൾ പുലർത്തുന്നതിന് മുമ്പ് അവർക്ക് ആവശ്യമുള്ളത് അളന്നു കൊടുക്കുന്ന പാരമ്പര്യമുള്ള ഒരു വ്യക്തിയുടെ മകനാണ്. അപ്പോൾ പദത്തിന് നിശ്ചയിച്ചിരിക്കുന്ന ഗവൺമെന്റ് നിശ്ചയിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിൻ്റെ പിതാമകൻ കൊയ്ത് എടുക്കട്ടെ, അത് കഴിഞ്ഞ് ബാക്കി കൊണ്ടുപോകാം എന്ന് പറയുന്ന മനോഭാവക്കാരാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷന് ഇപ്പോൾ ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. ചില സംഭവം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമായി. ഒന്ന്, നമ്മുടെ ജോയിഴഞ്ചൻ തോട്ടിൽ മരിച്ചു. അങ്ങനെ ജോയിയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വിഷമം ഉളവാക്കി. ആ സാഹചര്യത്തിലാണ് മനുഷ്യ സംഘടനകളൊന്നും ഇല്ലേ, കടലാസ് സംഘടനകൾ ധാരാളം കുറിച്ച് ആലോചിക്കുകയും അതിനെ പ്രതിഷേധിക്കുക എന്ന് ചിന്തിച്ചപ്പോൾ
ഒരു പേരും കണ്ടില്ല, മറ്റൊരു പേരും കണ്ടില്ല. ഞാൻ പ്രകാശ് ചെന്നിത്തല സാറിനെയാണ് സമീപിക്കാൻ തോന്നിയത്. ഞാൻ അതേ സങ്കടങ്ങൾ പറയുകയുണ്ടായി ഫോണിലൂടെ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, അദ്ദേഹം അന്ന് ബാംഗ്ലൂരിലാണ്, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തി ബന്ധപ്പെട്ട അധികാരികളുമായി സംസാരിച്ചു. അതിനുശേഷമാണ് ഇവിടുത്തെ ആ ജോയിയെ സംബന്ധിച്ചിടത്തോളം മൃതദേഹം കണ്ടെടുത്ത ദിവസം മുതലുള്ള എല്ലാ പ്രവർത്തനങ്ങളും അടിയന്തരമായി മുന്നോട്ട് നീക്കി നമുക്ക് കുറച്ച് ആശ്വാസ നടപടികൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നും എൻ്റെ നടപടി അദ്ദേഹം മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമുക്ക് വയനാട്ടിലുണ്ടായ അത്യാഹിതം, പ്രകൃതിക്ഷോഭം എക്കാലത്തും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രകൃതിക്ഷോഭം ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ ചെയ്തത് എന്താണ്? 5 വീടുകൾ അവിടെ വെച്ചു കൊടുത്തത് പ്രകാശ് ചെന്നിത്തല സാറിൻ്റെ നേതൃത്വത്തിലാണ്. ഒരുപക്ഷെ എല്ലാത്തിനകത്ത് അറിയത്തില്ല. കാണം വിറ്റും ഓണമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. കാണം വിറ്റും മറ്റുള്ള സഹായിക്കുക, ഈ ആപ്തവാക്യം പ്രകാശ് ചെന്നിത്തലയുടെ സ്വന്തമാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ ഞാൻ വളരെ സന്തോഷത്തോടുകൂടി ഞാൻ കാണുകയാണ്. പിന്നെ ആർ നായരെ കുറിച്ച് ഞാൻ പറയണം. നിങ്ങളുടെ നാട്ടിൽ നിങ്ങളിലൊരുവനായി നിങ്ങളോടൊപ്പം കഴിയുന്ന ഒരു മനുഷ്യൻ. ഞാൻ താമസിക്കുന്നതിനടുത്താണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് SIയുടെ മകനാണ്. ഏതൊരു മനുഷ്യാവകാശ ലംഘനം ഉണ്ടായാലും അവിടെയൊക്കെ അദ്ദേഹം ഉണർന്നെഴുന്നേൽക്കുകയും പ്രവർത്തിക്കാൻ നമ്മളെ ആവേശം തരികയും ചെയ്യുന്ന വ്യക്തി. ഇവരുടെയൊക്കെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇതിന് ആവേശവും അഭിനിവേശവും ഉത്സാഹവും ഉണർവും ഊഷ്മളയും തന്നെയാണ്. അതുകൊണ്ട് ഇവരുടെ എല്ലാം സാന്നിധ്യം കൊണ്ട് HRPM വളരെ ശക്തമായി ഇവിടെ പ്രവർത്തിക്കും. ഇന്ന് ഒരുപക്ഷെ ഈ ഓഡിറ്റോറിയത്തിൽ അല്പ ആളുകൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇത് വളരെ ശക്തമായ ഒരു മുന്നേറ്റത്തിന്റെ തുടക്കമായി നിങ്ങൾ കണ്ടുകൊള്ളണം. ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഇതിന്റെ ഇന്ത്യ മുഴുവൻ കേരളം ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള നിങ്ങളെ എല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഈ സംഘടനയുടെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ടും ഇത്രയും നിങ്ങളിവിടെ വന്നതിന് നിങ്ങൾക്ക് എല്ലാവരുടെ ഭാവങ്ങളും നേടിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉപസംഹരിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ഏറ്റവും ബഹുമാനപ്പെട്ട ആദരണീയനായ ഞങ്ങളുടെ ദേശീയ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല സാറിനെ ക്ഷണിച്ചുകൊള്ളു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഫിലിപ്പ് ജോസഫ് പുത്തഞ്ചിറ, അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ HRPMൻ്റെ പ്രവർത്തകരെ, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ചുരുക്കം പേരിൽ അറിയപ്പെടുന്ന HRPM ഏതാണ്ട് 1.5 പതിറ്റാണ്ട് കാലമായി ഈ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ്. ഇതിൻ്റെ അഡ്വൈസറി ബോർഡ് ശ്രീ PDT ആചാര്യ, അന്നത്തെ ലോകസഭയുടെ സെക്രട്ടറി ജനറലുമൊക്കെ ആയിട്ട് വിരമിച്ച ആളാണ്. അദ്ദേഹം സെക്രട്ടറി ആയിരുന്ന സമയത്ത് തന്നെ അഡ്വൈസറി ബോർഡിൽ വരികയുണ്ടായി. മുൻ ചീഫ് സെക്രട്ടറി ശ്രീ R രാമചന്ദ്രൻ നായർ IAS, ശ്രീ DGP MN കൃഷ്ണമൂർത്തി IPS, ശ്രീ AR ഇൻഫൻ്റ് IPS, ശ്രീ വേണുഗോപാൽ K നായർ IPS, നിസാർ അഹമ്മദ് IG, ശ്രീ ചെമ്പകരാമൻ IPS. അദ്ദേഹം ഇപ്പോൾ നമ്മളുടെ കൂടെയില്ല. അദ്ദേഹം കഴിഞ്ഞ പ്രളയ സമയത്ത് തമിഴ്നാട്ടിൽ വെച്ച് മരണമടയുകയുണ്ടായി, സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ
ഹൈക്കോടതിയിലുമൊക്കെ ഉള്ള കുറച്ച് അഭിഭാഷകർ, റിട്ടയർഡായിട്ടുള്ള പ്രൊഫസർമാർ, ഡോക്ടർമാർ, എൻജിനീയേഴ്സ്, അങ്ങനെയുള്ള വിവിധ മേഖലകളിൽ പ്രവർത്തന പരിചയമുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടാണ് നമ്മളുടെ ലീഗലായിട്ടും അഡ്വൈസറായിട്ടും ഒക്കെ ഉള്ളത്. നമ്മുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ല. അതുപോലെ തന്നെ നമ്മൾ 3 മതത്തിൻ്റെയും ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പോലും മെമ്പർഷിപ്പ് ഇല്ല. അതുപോലെ രാഷ്ട്രീയ ഔദ്യോഗിക സ്ഥാനങ്ങളിലുള്ളവർക്കും മെമ്പർഷിപ്പ് കൊടുക്കാറില്ല. അവർ മോശക്കാരായതുകൊണ്ടല്ല, നമ്മളൊരു പാർട്ടിയുടെ കീഴിൽ പ്രവർത്തിക്കാൻ താല്പര്യപ്പെടുന്നുമില്ല. 2000-ൽ എനിക്കുണ്ടായ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് 2008-ൽ അത് കേരളത്തിൽ നിന്ന് ഒരു പ്രസ്ഥാനമായി മാറിയത്. അന്ന് ഈ പറഞ്ഞ ആശയത്തോടു കൂടി കുറച്ച് ആൾക്കാർ നമ്മുടെ കൂടെ സഹകരിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൽ നിന്നും വിപുലീകരിച്ചെടുത്ത ഒരു പ്രസ്ഥാനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ. ഈ സംഘടനയുടെ പേരിൽ ഒരു പെട്ടിക്കേസ് പോലും ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. പക്ഷേ ഞങ്ങൾ തുറന്നു പറയുന്ന ആൾക്കാരാണ്. ഇതിൻ്റെ ഈ അഡ്വൈസറി ബോർഡ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പ്രവർത്തന രീതി, നമ്മളൊരു കേഡർ സംവിധാനമാണ്. ഈ കേഡർ സംവിധാനം എന്ന് പറയുമ്പോൾ വാർഡ് അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തന മേഖല. ആ വാർഡിൽ നിന്ന് നമുക്കറിയാം, വെള്ളമില്ല, വൈദ്യുതിയില്ല, വിദ്യാഭ്യാസം ചെയ്തവർക്ക് ജോലിയില്ല, വീടില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വാർഡിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ വാർഡിൽ ഒരു കമ്മിറ്റി എടുക്കുകൊണ്ട് അതിൻ്റെ മേളിൽ പഞ്ചായത്ത് കമ്മിറ്റി, താലൂക്ക് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി, നാഷണൽ കമ്മിറ്റി എന്നുള്ളതാണ്. ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് 2008-ൽ തുടക്കം കുറിച്ച് ആലപ്പുഴയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത് 2012-ൽ അത് ദേശീയ ലെവലിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് രജിസ്റ്റേർഡ് ഓഫീസ് പുതുച്ചേരിയിലാണ്. ഇതിൻ്റെ അഡ്മിൻ ഓഫീസ് ഡൽഹിയിലാണ്. ഏതാണ്ട് 12 സ്റ്റേറ്റിലും ഡൽഹി ഉൾപ്പെടുന്ന സ്റ്റേറ്റുകളിൽ ഓഫീസ് ഒരു NGO ആണ്. ഇന്ന് ഈ കൃത്യമായിട്ടുള്ള ഓഡിറ്റിങ് കാര്യങ്ങളോടുകൂടി ഇന്ന് ഒരു മനുഷ്യാവകാശ സംഘടനയ്ക്കും കിട്ടാത്ത 8 ഇതിനുണ്ട്, 12 ATG വരെ. നമ്മൾ ഈ സമയം വരെയും പിരിവെന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നോക്കിയിട്ടില്ല. പക്ഷേ നമ്മൾക്ക് ഇതിനകത്തൊരു മെമ്പർഷിപ്പ് ഫീ കൊണ്ടാണ് നമ്മളുടെ പ്രവർത്തനം. നമ്മൾ ഉറങ്ങി നിൽക്കുന്ന മെഷീനറിയെ ഉണർത്തുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ നമ്മുടേത്. ഈ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒത്തിരി ഗ്രാൻറ്റുകളും ഈ പറഞ്ഞ പോലെ സബ്സിഡികളുമുള്ള പ്രോജക്റ്റുകൾ ഇന്ന് യഥാർത്ഥ കരങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് ഗോഡ്സ് ഓൺ കൺട്രി തന്നെയാണ്, സ്റ്റേറ്റ് തന്നെയാണ് കേരളം. ഇത് ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഇത് വൃത്തിയായിട്ട് നടക്കുന്നുണ്ട്. കർണാടകയിലൊക്കെ പിന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രയിലൊക്കെ ഇത് കൃത്യമായിട്ടും ഈ MSMEയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇവർ ഓടി നടന്ന് കാര്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും ചില കരങ്ങളിലേക്ക് എത്തുന്നില്ല. അതാണ് വാസ്തവം. അത് നമ്മളത് ഈ സംഘടനയിൽ നിന്നുകൊണ്ട് തന്നെ 2008 തൊട്ട് പ്രവർത്തിച്ചതാണ്. ആദ്യത്തെ പ്രവർത്തനമാണ് എൻഡോസൾഫാൻ, രണ്ടാമത് കുട്ടനാട് പാക്കേജ്. നമ്മളുടെ ജോലി ഇത് സർക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ബാക്കി അവർ നിയമപരമായിട്ട് ചെയ്യുക. ചെയ്യാതെ വരുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ലീഗലായിട്ട് ഈ പറഞ്ഞ പോലെ ഹൈക്കോടതി, സുപ്രീം കോടതിയിലൊക്കെ പോകുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് 2 കേസിൽ സുപ്രീം കോടതിയിൽ കക്ഷി കേരള സ്റ്റേറ്റ് ലെവലിലുള്ള ഒരു KSEBയുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് 2014 കാലയളവിൽ കേരള ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്താൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്. പലരും തെറ്റിദ്ധരിക്കരുത്, മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയാറുണ്ട്. അത് തെറ്റാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ബോഡിയാണ്. അത് ഗവൺമെൻറ്റിനെ സഹായിക്കാനുള്ളതാണ്. നമ്മളും പറഞ്ഞല്ലോ, ഇതിനകത്ത് ഒത്തിരിയും പോഷക സംഘടനകളുണ്ട്. ഒരു സംഘടനയെ സഹായിക്കാൻ എഡ്യൂക്കേഷൻ, ലീഗല്,
മീഡിയ, മെഡിക്കല്, പ്രവാസി, ഇങ്ങനെയുള്ള 10-19ഓളം സബ് കമ്മിറ്റികൾ ഇതിലുണ്ട്. എന്ന് പറഞ്ഞ പോലാണ് ഗവൺമെൻറ്റിനെ സഹായിക്കാനാണ് മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് പോലൊക്കെ തന്നെ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ എടുത്തിരിക്കുന്ന വിഷയം എന്താണ്? MSME കോൺക്ലേവാണ്. നമ്മൾ ഈ 14 ജില്ലയിലും നമ്മളുടെ പ്രവർത്തനം ഇതേപോലെ ജില്ലാ അടിസ്ഥാനത്തിൽ നടന്നു വരികയാണ്. കോവിഡിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ പുതിയൊരു ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പക്ഷേ എന്തായാലും ഇവർ കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരാഴ്ച, എനിക്ക് തോന്നുന്നു 10 ദിവസം പോലും ആയിട്ടില്ല. ഇവരുടെ ആ പ്രവർത്തനം എന്താണെന്ന് അറിയാൻ വേണ്ടി ഓണ സമയത്ത്, ഇന്ന് വർക്കിംഗ് ഡേ പോലുമാണ്, എങ്കിൽ പോലും ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ എത്തിയിട്ടുള്ളവരും പ്രവർത്തിച്ചവർക്കും വേണ്ടി ഞാൻ ആദ്യം തന്നെ ഈ സംഘടനയോട് യോജിച്ച് നിന്ന് പ്രവർത്തിക്കാൻ അവരെ കൊണ്ട് പറ്റും എന്നുള്ള കാര്യം കൂടെ ഇതിനിടയ്ക്കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് വാർഡ് അടിസ്ഥാനത്തിൽ കമ്മിറ്റികളെ രൂപീകരിച്ച് അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് വെള്ളമില്ലാത്തവർ വെള്ളം എത്തിച്ചു കൊടുക്കണം. നമ്മളല്ല, സർക്കാർ സംവിധാനം നമ്മുടെ മുമ്പിലുണ്ട്. ആ സംവിധാനത്തിലൂടെ ആയിരിക്കണം നമ്മൾ പോകേണ്ടത്. ആ സംവിധാനം ചെയ്യുന്നില്ലെങ്കിൽ മാത്രം മറ്റേ മുകളിലോട്ട് പോകുന്ന കാര്യമുള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇടപെടലാണ് എൻഡോസൾഫാൻ, കുട്ടനാട് പാക്കേജ്, ആറന്മുള എയർപോർട്ട്, ചന്ദ്രബോസ് വധക്കേസ്, സൗജന്യ മർഡർ കേസ്, DK രവി IAS ഭരണം, അതുപോലെ തന്നെ നമ്മളുടെ ഉപ്പള റെയിൽവേ സ്റ്റേഷൻ 113 വർഷം പഴക്കമുള്ളത് പൂട്ടിക്കെട്ടാൻ പോകുന്നു എന്ന് 2019 അറിയുമ്പോൾ ഈ സംഘടനയാണ് അവിടുത്തെ റെയിൽവേ മിനിസ്റ്റർ, അന്ന് പീയൂഷ് ഗോയലായിരുന്നു. നേരിട്ട് നമ്മൾ പോയി കാണുകയും നിവേദനം കൊടുക്കുകയും 10 ദിവസം കൊണ്ട് അതിന് റിസൾട്ട് ഉണ്ടാക്കി തരികയും ചെയ്തു. ഇപ്പോൾ പൂട്ടിക്കെട്ടിയിട്ടൊന്നുമില്ല, പൈതൃക റെയിൽവേ സ്റ്റേഷനായിട്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഉപ്പള. രണ്ടാമത് ചീമേനിയിൽ 136 കുടുംബങ്ങൾക്ക് ഈ സംഘടനയെ കൊണ്ട് പട്ടയം മേടിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടപെട്ട വിഷയങ്ങൾ നിങ്ങൾ ഗൗരവമുള്ള ആണെന്നോ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതും അതുപോലെ തന്നെ നമ്മൾ പറയുന്നത്, സർക്കാർ പറയുന്നുണ്ട് സബ്സിഡി തരാമെന്ന്, സർക്കാർ പറയുന്നുണ്ട് ലോണ് തരാമെന്ന്, സർക്കാർ പറയുന്നുണ്ട് പ്രോജക്റ്റ് തരാമെന്ന്. ഇതെവിടെയാണ് പ്രശ്നങ്ങളെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ജില്ലയുടെ ഉദ്യോഗസ്ഥരാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മളിപ്പോൾ സംഘടനയെപ്പറ്റി ഇത്രയും പരിചയപ്പെടുത്തുന്നത് പലർക്കും ഈ സംഘടന എന്താണെന്ന് അറിയില്ല. അപ്പോൾ അവരോട് ചെറിയ രീതിയിലെങ്കിലും ഈ സംവിധാനത്തെപ്പറ്റി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതും വലിയ തെറ്റായി പോകും. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രസംഗത്തിലേക്കല്ല പോകുന്നത്. നമ്മളടുത്ത് വെട്ടിച്ചുരുക്കിക്കൊണ്ട് സ്റ്റേറ്റ് പ്രസിഡൻറ്റിൻ്റെ കുറച്ച് വാക്കുകൾ കേട്ടാൽ അതിനുശേഷം നമ്മൾ കോൺക്ലേവുമായിട്ട് ബന്ധപ്പെട്ടുള്ള MSMEയുടെ നമ്മുടെ നാഷണൽ കോൺക്ലേവിൻ്റെ ചെയർമാനാണ് ശ്രീ രവീന്ദ്രൻ കണ്ണങ്കൈ. അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യമാണ് ഈ സംഘടനയുടെ പ്രവർത്തന രീതി കണ്ടിട്ട് 14 ജില്ലയിലും നമ്മൾക്കിത് കൊണ്ടുപോയി കൂടെ, എത്രയോ ജനങ്ങൾക്ക് പ്രയോജനകരമാകില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത്. ഞങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മൊത്തം ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ജില്ലകളിലും സ്റ്റേറ്റുകളിലും പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേട്ടുകൊണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ അതിന് സപ്പോർട്ട് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ ലോണ് മേടിച്ചു കൊടുക്കുന്ന ഒരു സംഘടനയല്ല. പ്രത്യേകിച്ചും ഇതിൻ്റെ പുറകിൽ ഒരു പിരിവോ കാര്യങ്ങളോ ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ പോലും ജില്ലാ നേതൃത്വത്തെ അത് നിങ്ങൾ അറിയിക്കണം. മാക്സിമം നിങ്ങളെ സഹായിക്കും. പിന്നെ പ്രോജക്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ പുറത്ത് നിങ്ങൾക്ക് എന്താണ് ചിലവ് വരുന്നത്, അതിൽ നിന്നും കുറച്ചുകൊണ്ട് ചെയ്യാൻ നമ്മുടെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും. അന്നേരം അവരെന്താണ് നിങ്ങളോട് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു കമ്മീഷൻ്റെ ആളല്ല, സംഘടന ആ സമയമാകുമ്പോൾ നിങ്ങൾക്ക് ജില്ലാ പ്രസിഡൻറ്റിൻ്റെ നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് മാത്രം ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ഓവർടേക്കിൻ്റെ ആവശ്യം നമുക്കില്ല. ജില്ലാ പ്രസിഡൻറ്റ് ഈ കമ്മിറ്റി അറിയാതെ കണ്ട് ഒരു കാര്യവും മറ്റുള്ളിടത്ത് ചെയ്യാനോ മറ്റുള്ളവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുമ്പോൾ അത് ഫോൺ എടുത്തിട്ട് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനോ പാടില്ല. കാര്യം അത് ശരിയായ ഒരു കീഴ്വഴക്കമല്ല എന്നുകൂടെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് കോൺക്ലേവിന് വേണ്ടി സമയം കൊടുക്കാം. ഞാൻ അധ്യക്ഷനോട് അഭ്യർത്ഥിക്കുകയാണ്, സ്റ്റേറ്റ് പ്രസിഡൻറ്റിന് ഗസ്റ്റിൻ്റെ സ്ഥാനത്ത് അവസരം കൊടുത്തുകൊണ്ട് അടുത്തത് രവീന്ദ്രൻ കണ്ണങ്കയ്യെ വിളിക്കാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ശേഷം ഈ പരിപാടി ആരംഭിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാം നമ്മളുടെ ഫ്രണ്ട് സൈഡിലോട്ടിരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. വന്നിട്ടുള്ള ഒരാൾ പോലും
രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറാകുക. കാര്യം ആരൊക്കെയാണ് വന്നു പോയെന്ന് നമുക്കറിയില്ല. നമ്മളുടെ കയ്യിൽ ഈ പേപ്പർ മാത്രമേ ഉള്ളൂ. നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ പേപ്പർ തന്നെ നമ്മുടെ കയ്യിൽ വേണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ MSME കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യാൻ നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി പോവുകയാണ്. ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പ്രസംഗം നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്യാമെന്ന് പറയുന്നു. ഹലോ, പ്രത്യേക അറിയിപ്പുണ്ട്. എല്ലാവരും പുറത്തു നിൽക്കുന്ന എല്ലാവരും നമ്മുടെ വേദിക്കുള്ളിൽ കയറിയിരിക്കുക, സ്റ്റേജിനുള്ളിലോട്ട് വരിക, മുന്നോട്ട് കയറിയിരിക്കുക. മുന്നോട്ട് കയറിയിരുന്നാൽ മാത്രമേ നമ്മൾ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റത്തുള്ളൂ. നമുക്കിവിടെ തന്നെ അലോപ്പതിയുടെയും ആയുർവേദയുടെയും വെൽനസിൻ്റെയൊക്കെ മെഡിക്കൽ ക്യാമ്പുകളും വിപണന മേളയും നമുക്ക് നടക്കുന്നുണ്ട്. അതെല്ലാവരും അവിടെയുള്ള മെമ്പേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ ഇനാഗ്രേഷൻ ഫംഗ്ഷനിലോട്ട് എത്തിച്ചേരുക പ്ലീസ്. ഈ കോൺക്ലേവിനെ സംബന്ധിച്ച് അതിൻ്റെ ആധികാരികതയും അതിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനിൽ തോമസ് നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മളിന്നിവിടെ ഒരു MSME കോൺക്ലേവ് നടത്തുകയാണ്. അതിലേക്ക് പ്രധാനമായും നമ്മുടെ സംസ്ഥാന ദേശീയ അധ്യക്ഷൻ ശ്രീ പ്രകാശ് ചെന്നിത്തല സാറ്, കൂടാതെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫിലിപ്പ് ജോസഫ്, മുഖ്യ അതിഥിയായിട്ട് എത്തേണ്ടിരുന്ന ഹരിയൻ സാർ എത്തിയിട്ടില്ല. അദ്ദേഹത്തിൽ കൂടി നമുക്ക് രണ്ട് വാക്ക് കേൾക്കാനുള്ള അവസരം ഇനിയൊരിക്കലുള്ള പ്രോഗ്രാമിൽ നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു.
ഉദ്ഘാടന പ്രാസംഗിക ശ്രീ KS ഗിരിജ, പിന്നെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന ഫിറാസ് സാറ്, ബാങ്ക് വായ്പകളുടെ പദ്ധതികൾ അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്ന ജയമോഹൻ അദ്ദേഹം, KSFയുടെ വായ്പാ പദ്ധതികൾ നമുക്ക് വിശദീകരിക്കാൻ എത്തിയിരിക്കുന്ന ശ്രീ ജിനു ജോസഫ്, ശ്രീ KB രാധാകൃഷ്ണൻ സാർ, കൂടാതെ നമ്മുടെ HRPMൻ്റെ MSMEയുടെ മുഴുവൻ ഉത്തരവാദിത്വമുള്ള രവീന്ദ്രൻ കണ്ണങ്കൈ സാർ, ഇത്രയും പേരുടെ പ്രധാനപ്പെട്ട വാക്കുകൾ കേൾക്കാനും ആ ഉപദേശങ്ങളിലൂടെ നമ്മുടെ ചെറുകിട ഇടത്തരം സംരംഭക കാര്യങ്ങൾക്കായിട്ടുള്ള അറിവും അതിൻ്റെ വായ്പാ പദ്ധതികളും അറിയുന്നതിലേക്കാണ് നമ്മുടെ ഇവിടെ ആളുകൾ എത്തിച്ചേർന്നിരിക്കുന്നത്. HRPMനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2008 മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു മനുഷ്യാവകാശ ദേശീയ സംഘടനയാണ്. അതിൻ്റെ ഊർജ്ജമായി നിലനിൽക്കുന്നത് നമ്മുടെ ദേശീയ അധ്യക്ഷൻ ശ്രീ പ്രകാശ് ചെന്നിത്തല അവർകളാണ്. അദ്ദേഹത്തിൻ്റെ ഊണുമുറക്കം ഒഴിച്ചുള്ള നമ്മുടെ നാടിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ഒരു സംഘടന ഇത്രയും ശക്തമായി ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുന്നത്. അതിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടും ആ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്ന സഹായങ്ങളും ഉപദേശങ്ങളും നിയമ ഉപദേശങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടിട്ടാണ് ഇതിലേക്ക് കൂടുതലായിട്ടുള്ള ആളുകളുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നതും അതിലേക്ക് കൂടുതൽ ഇതിനെ സഹായിക്കാനായിട്ട് നിയമ സംവിധാനത്തിൽ നിന്നും അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ നിന്നുമൊക്കെ റിട്ടയറായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഈ സംഘടനയിലെത്തി നമ്മുടെ സാധാരണ ജനങ്ങളിലേക്ക് എത്തേണ്ട നിയമ അവകാശങ്ങൾ, മനുഷ്യാവകാശ ദംശനങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം ആയിരുന്നു മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു കാർഷിക വൃത്തി നടത്തുന്ന ആളാണ്. അറിയാം, നിങ്ങൾക്ക് കുട്ടനാടിനെ കുറിച്ചറിയാം. ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ അനുഭവിച്ചു പോകുന്ന ഒരു ജനതയാണ്. അതിൽ നിന്നും എല്ലാം ഊർജം കൊണ്ട് ഈ പറഞ്ഞ പോലെ നാടിന് ഭക്ഷ്യസമ്പത്ത് ഒരുക്കി കൊടുക്കുന്ന ഒരു ജനതയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതും ഈ പ്രസ്ഥാനത്തിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ദേശീയ ചെയർമാനോടും ഇതിൻ്റെ പ്രവർത്തകരോടും കൂടി നിന്ന് ഭംഗിയായി കൊണ്ടുപോകാൻ സാധിക്കുന്നതും. അപ്പം അതിലേക്കുള്ള ദൈവാനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി വിദഗ്ധർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരും ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് പരിചയമുള്ള ആളുകൾ പോലും ഇതിലേക്ക് ആകർഷിച്ച് അവരെ നമ്മളൊരു മനുഷ്യാവകാശ പ്രവർത്തകരായി മാറ്റി നമ്മുടെ സമൂഹത്തിന് നന്മ കാട്ടിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ജനറൽ മാനേജർ ശ്രീ ഷിറാസ് സാറിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ട്രിവാൻഡ്രം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക കോൺക്ലേവിന് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെയും തിരുവനന്തപുരം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെയും ഈ സർക്കാരിൻ്റെയും എല്ലാവിധ ഭാവുകങ്ങളും ആദ്യമേ അറിയിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ ഒരു ദേശീയ കാഴ്ചപ്പാടാണ്.
ഈ സംസ്ഥാനത്ത് അതിന് വളരെ വേരുകളുണ്ട്. ജില്ലാടിസ്ഥാനത്തിൽ ഒരുപാട് മേഖലകളിൽ അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്നിവിടെ ഈ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ഓരോരുത്തരും പോലെ തന്നെ ഞാൻ ഇതിൽ വളരെയേറെ സന്തോഷിക്കുന്ന ഒരാളാണ്. സംസ്ഥാനത്തെ MSME പ്രൊമോഷൻ നടത്തുന്ന ഈ ജില്ലാധികാരി എന്ന നിലയിൽ നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു കോൺക്ലേവിന് ഞങ്ങളുടെ കൂടെ മാക്സിമം സപ്പോർട്ട് വേണ്ടതാണ്. എൻ്റെ ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ ഫിലിപ്പ് സാറും ഗിരിജ മാഡവും, എൻ്റെ സീനിയറാണ് KB രാധാകൃഷ്ണൻ സാറ്. അപ്പോൾ ഇങ്ങനെ എന്നോടൊരു കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ആകെ ചെയ്തത് ഈ ജില്ലയിലെ സംരംഭകരുടെ കുറച്ച് പേരുടെ നമ്പറൊക്കെ ഒന്ന് കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കയറി വരുമ്പോൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതിനേക്കാളും നല്ല രീതിയിലൊരു എക്സിബിഷൻ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറയുന്നു. എൻ്റെ കൂടെ ഇന്നിവിടെ സംസാരിക്കാൻ LDM ഉണ്ട്. ഈ ജില്ലയുടെ MSME പ്രൊമോഷൻ്റെ ഭാഗമായി ഒരു 10ഓളം ഘടകങ്ങളിൽ പ്രധാനമായ ഫൈനാൻസ് റിസോഴ്സിൽ ചുക്കാൻ പിടിക്കുന്ന ആളാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഈ സംസ്ഥാനത്തെ ബാങ്കുകൾക്കൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സ്റ്റേക്കുള്ള കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ ജില്ലാ ഓഫീസർ ശ്രീ ജീനു യോഹന്നാൻ ഇവിടെയുണ്ട്, ചീഫ് മാനേജർ LDM ശ്രീ ജയമോഹൻ. അപ്പോൾ അവരൊക്കെ നിങ്ങളോട് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വ്യവസായ വാണിജ്യ വകുപ്പ് ജില്ലാ വ്യവസായ കേന്ദ്രങ്ങളിൽ കൂടി ഈ സംരംഭക സമൂഹത്തിന് എന്തെല്ലാം സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ സംവദിക്കാനുള്ളത്. ഇതിൻ്റെ ഈ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഇതിൻ്റെ ഭാരവാഹികളെയും സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള സംരംഭകരെയും മിസ്റ്റർ സാബു ശങ്കർ എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു ജേർണലിസ്റ്റാണ്. അദ്ദേഹം എന്നെ മറന്നുപോയെന്നറിയത്തില്ല. വളരെ മുമ്പേ ഞാൻ പരിചയപ്പെട്ടുള്ളൂ. ഞാൻ 2 വർഷം കണ്ണൂരായിരുന്നു. അപ്പോൾ ഇപ്പോൾ മടങ്ങി വന്നിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അങ്ങനെ സദസ്സിലും വേദിയിലും ശ്രീ അനീഷ് അടക്കമുള്ള എല്ലാവർക്കും ആദ്യമേ എല്ലാവിധ ഭാവുകങ്ങളും ഈ സംരംഭത്തിന് വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ ആദ്യമേ ഇവിടെ രേഖപ്പെടുത്തുന്നു. കേരളത്തിൽ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം. കേരളത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരമായി വർത്തിക്കാത്ത ഏതൊരു സംരംഭത്തെയും കേരളത്തിൻ്റെ ജനത സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഏത് ഗവൺമെൻറ് ആയാലും സപ്പോർട്ട് ചെയ്യും. അത് ഞാൻ പ്രത്യേകം പറയാൻ കാരണം കേരളം ലോക ഭൂപടത്തിൽ നല്ലൊരു ഗ്രീനറിയാണ്. അപ്പോൾ ഇതിൻ്റെ പടിഞ്ഞാറ് സൈഡിലുള്ള മുഴുവൻ കടൽ ഭാഗങ്ങളും അതിൻ്റെ തീരപ്രദേശങ്ങളും, വലത് ഭാഗത്തുള്ള ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഈ നമ്മുടെ സഹ്യാദ്രി മുതലുള്ള പ്രദേശങ്ങളും അതിലോല പ്രദേശങ്ങളും, ഈ 10ൽ 4 വനഭൂമിയും 10ൽ 3 വെള്ള സ്രോതസ്സുകളും ഉള്ള കേരളത്തിൽ ബാക്കി 10ൽ 3 നമ്മൾ ഈ 4 കോടി ജനങ്ങളും. നമ്മളുടെ ജോലികൾ പലതും നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അന്യദേശങ്ങളും അന്യരാജ്യങ്ങളും അടക്കം ഒരുപാട് നമ്മുടെ ജോലി ചെയ്യാൻ തൊഴിലാളികൾ ഇവിടെ എത്തിയിട്ടുള്ളതും അടക്കം 4.5 കോടി 5 കോടിയോളം ജനം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4.5 കോടി എന്തായാലും കാണും. ഈ 10ൽ 3 ഭാഗത്ത് താമസിക്കുന്ന ഈ 4.5 കോടി ജനങ്ങൾക്കും അവരുടെ ആവാസ വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കാത്ത തരത്തിൽ വേണം ഒരു സംരംഭം ഈ കേരളത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത്, ഹൗ ടു പ്ലാൻ, ഹൗ ടു സ്റ്റാർട്ട്, ഹൗ ടു രജിസ്റ്റർ ആൻഡ് ഹൗ ടു ഓപ്പറേറ്റ് എ ബിസിനസ് ഹിയർ ഇൻ കേരള. അത് ഈ സാധാരണ ഇപ്പോൾ പറഞ്ഞ കേരളത്തിലൊരു വ്യവസായം വരില്ല, കേരളത്തിലുള്ള മണ്ണല്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധി എന്ന നിലയിലല്ല, ഒരു കേരളത്തിൽ ജനിച്ച ആളെന്ന നിലയിൽ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് കഴിഞ്ഞകാല എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സംരംഭം നടത്താൻ നല്ല ക്ലൈമറ്റാണ്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ലാർജ് ഇൻഡസ്ട്രി, ഈ വ്യവസായം എന്ന് പറയുമ്പോൾ ആന്ധ്രയിലും കർണാടകയിലും രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ള വൻ വ്യവസായങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. സംരംഭങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റർപ്രൈസസ്, അതിൻ്റെ ഡെഫിനിഷനിൽ വരുന്നത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ്, സർവീസ് ഇൻഡസ്ട്രീസ്, ട്രേഡ് അടക്കമുള്ള
വ്യാപാരങ്ങൾ ഉൾപ്പെടുന്ന ബിസിനസ് മേഖലയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേരളത്തിൽ ഇത്രയും ഈ ഡെൻസിറ്റിയുടെ ഇടയിൽ 27 ലക്ഷം സംരംഭങ്ങൾ വളരെ സസ്റ്റൈനബിളായി പ്രവർത്തിക്കുന്നു. ഇപ്പോഴുള്ള ഗവൺമെൻറ് കഴിഞ്ഞ 3 വർഷങ്ങളായി സംരംഭക വർഷം ആചരിക്കുകയാണ്. ഇയർ ഓഫ് എൻ്റർപ്രൈസസ് 22-23, 23-24, 24-25 തുടരുന്നു. ഇനി 2 സാമ്പത്തിക വർഷം കൂടെ അവർക്കുണ്ട്. ഈ സാമ്പത്തിക വർഷം പിന്നെ 1 വർഷം കൂടെ ഉണ്ട്. സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൽ 2000 ഉദ്യോഗസ്ഥന്മാരാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൽ ഒരു ഡയറക്ടർ IAS കാരനായിരിക്കും, ഒരു അഡീഷണൽ ഡയറക്ടർ IAS കാരനായിരിക്കും. അതിൻ്റെ താഴെ അഡീഷണൽ ഡയറക്ടേഴ്സ് ഉണ്ട്, ജോയിൻറ്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. ഈ ജോയിൻറ്റ് ഡയറക്ടേഴ്സിൻ്റെ കീഴിൽ ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഡെപ്യൂട്ടി ഡയറക്ടർമാരും മാനേജർമാരും ഉണ്ട്. അതിൻ്റെ താഴെ താലൂക്ക് ഓഫീസർമാരുണ്ട്, ബ്ലോക്ക് തല ഓഫീസർമാരുണ്ട്. ഇവരാണ് കൃഷി വകുപ്പ് പോലെ, വിദ്യാഭ്യാസ വകുപ്പ് പോലെ, ആരോഗ്യ വകുപ്പ് പോലെ, വില്ലേജ് നമ്മളെ റവന്യൂ വകുപ്പ് പോലെ, LSDD പോലെ നമ്മൾ ഓരോരുത്തരും കാലൂന്നി നിൽക്കുന്ന ദേശത്ത് ഇത് കേൾക്കാമല്ലോ, എക്കോ ഇല്ലല്ലോ, കേൾക്കാമോ? യെസ്. നമ്മൾ ഓരോരുത്തരും കാലൂന്നി നിൽക്കുന്ന ദേശത്ത് ഒരു സംരംഭം സ്ഥാപിക്കാൻ, നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാൻ ഈ ബ്ലോക്ക് തലം വരെയുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഒരു ബ്ലോക്ക് അധികാരി അല്ലെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അതിലുൾപ്പെടുന്ന ഈ 5-6 പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ കുറേ ഡിവിഷനുകളിൽ അല്ലെങ്കിൽ കുറേ ഈ കോർപ്പറേഷൻ വാർഡുകളിൽ ഒക്കെ ഈ എക്സ്റ്റൻഷൻ നടക്കേണ്ട ഓഫീസറാണ്, ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്റ്റൻഷൻ ഈ എല്ലാ പഞ്ചായത്തുകൾക്കും കിട്ടുമോ എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കഴിഞ്ഞ ടേണും ഈ ടേണും ഭരിക്കുന്ന സർക്കാർ ഇവരുടെ ആദ്യ ടേണിൽ തന്നെ ആലോചിച്ചു, എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും കൃഷി ഓഫീസറുണ്ടല്ലോ, അതുപോലെ വ്യവസായ വകുപ്പിനും ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കട്ടെ. താൽക്കാലികമായി ഒരു കോൺട്രാക്റ്റ് ബേസിലെങ്കിലും ഒരു ഇൻറ്റേൺഷിപ്പ് കൊടുക്കാം എന്നാലോചിച്ചിട്ട് 2022-23 ഒരു എഞ്ചിനീയറെ അല്ലെങ്കിൽ MBA-കാരനെ, കുറഞ്ഞ ഡിഗ്രിയൊന്നുമല്ല, അങ്ങനെയുള്ള കേരളത്തിലെ കുട്ടികളെ 1054 പഞ്ചായത്തുകളിൽ നിയോഗിച്ചു. 20,000 രൂപ കോൺട്രാക്റ്റ് ഫീസ് കൊടുത്തു. ഒരു പ്രൈവറ്റ് കമ്പനിയും എൻ്റെ മകൻ സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞിട്ട് അദാനിയുടെ കൂടെ ട്രെയിനിങ്ങിന് പോയി. അദ്ദേഹം 12,000 രൂപയാണ് ആ സിവിൽ എഞ്ചിനീയർക്ക് ഒരു വർഷം സ്റ്റൈപ്പൻഡ് കൊടുത്തത്. ആ ഒരു വർഷം ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രി അദ്ദേഹത്തെ നന്നായി ട്രെയിൻ ചെയ്യുകയും ആ കമ്പനി മാക്സിമം അദ്ദേഹത്തിന് ഔട്ട്പുട്ട് എടുക്കുകയും അദ്ദേഹത്തിൻ്റെ ശാരീരിക വെയിറ്റിൽ 10 കിലോ കുറയുകയും ചെയ്ത ആ എഞ്ചിനീയർ അദ്ദേഹത്തിൻ്റെ ആ ട്രെയിനിങ് ഷിപ്പ് നന്നായി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാത്രം അദാനി 10 നിന്ന് 80 പേരിൽ നിന്നാണ് 10 പേർക്ക് അദ്ദേഹം ഇൻറ്റേൺഷിപ്പ് കൊടുത്തത്. ആ 10 നിന്ന് 3 പേരെ സെലക്ട് ചെയ്തു. അപ്പോൾ അത്രയും കഠിനമാണ് ഒരു സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യാൻ. അപ്പോഴും ഇൻറ്റേൺഷിപ്പിൽ 12,000 വന്നപ്പോൾ നമ്മൾ ഇൻറ്റേൺഷിപ്പിൽ 20,000 കൊടുത്തു. അടുത്ത വർഷം അവർക്ക് 2,000 കൂട്ടിക്കൊടുത്തു. അദാനി എടുത്ത ആളിന് 30,000 രൂപ ശമ്പളമുള്ളൂ അയാൾ പോസ്റ്റ് ചെയ്തപ്പോൾ. ഇനി അയാൾ തെളിയിക്കണം, അദ്ദേഹത്തിൻ്റെ വർക്ക് ആ മേഖലയിൽ തെളിയിച്ചാൽ മാത്രമാണ് ആ ഗ്രേഡ് പോകുന്നത്. നമ്മളിവിടുത്തെ ഒരു OA തസ്തികയിൽ ഓഫീസ് അറ്റൻഡൻറ്റ് പോലും 30,000 രൂപ ശമ്പളമുണ്ട് അല്ലേ? അപ്പോൾ ആ ശമ്പളമല്ല, ആ മേഖലയിൽ കഴിവ് തെളിയിക്കുമ്പോൾ വളരെ ബൂസ്റ്റപ്പ് ചെയ്യും. 2 വർഷം മതി പെട്ടെന്ന് കയറിപ്പോവാൻ. പക്ഷേ അത്ര അധ്വാനിച്ചാൽ, നമ്മളെ കുട്ടികൾ പുറത്ത് പോയി അധ്വാനിക്കുമ്പോൾ നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെയും വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വിവേകമുണ്ടോയെന്ന് എനിക്കറിയില്ല, നമ്മൾ ഇവിടുത്തെ ജോലികളൊന്നും നമ്മൾ ചെയ്യില്ല. അതുകൊണ്ട് മറ്റുള്ളവർ വന്ന് ചെയ്യുന്നു അല്ലേ? മറ്റ് സംസ്ഥാനക്കാർ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിൽ, മറ്റ് ഭൂഖണ്ഡങ്ങളിലുള്ളവർ ഇവിടെ വന്ന് ജോലി ചെയ്തു. എന്തുകൊണ്ട് നമുക്കിവിടെ ചെയ്തുകൂടാ? നമ്മൾ മന്യദേശത്ത് പോയി ഇതിനേക്കാൾ അപ്പുറമുള്ള ജോലി. ഈ മകൻ എന്നോട് പറഞ്ഞത്, പപ്പ എനിക്ക് MS ചെയ്യാൻ സ്വിറ്റ്സർലൻഡിൽ പോകണമെന്നാണ്. ഞാൻ ചോദിച്ചു, നീ എന്താ അങ്ങനെ ഓപ്റ്റ് ചെയ്തത്? അവൻ്റെ അമ്മ സിവിൽ എഞ്ചിനീയറാണ്, അവൻ സിവിൽ എഞ്ചിനീയറാണ്. അനിയനും ഇപ്പോൾ കോഴിക്കോട് NITയിൽ കിട്ടിയപ്പോൾ സിവിലേ കിട്ടിയുള്ളൂ. ഞാൻ മാത്രമാണ് വേറൊരു ഡിഗ്രിക്കാരൻ. അപ്പോൾ നീ എന്താണ്, അമ്മ വിലക്കി, അങ്ങനെയൊന്നും പോകാക്കൂല. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ സ്വിറ്റ്സർലൻഡ്? അത് ഹാപ്പിനെസ് ഇൻഡെക്സ് കൂടിയ രാജ്യമാണ്, അവിടെ പോയാൽ നല്ല സന്തോഷം കിട്ടും. കേരളത്തിൽ വലിയ സന്തോഷം, ഇന്ത്യ മഹാരാജ്യത്തിൽ കേരളത്തിൽ കിട്ടാത്ത സന്തോഷം മറ്റ് സംസ്ഥാനങ്ങളിൽ കുറവായിരിക്കാം. നിനക്ക് വേറെ എവിടെ എന്ത് കിട്ടും? അപ്പോൾ അതാണ് നമ്മളെ കുട്ടികളുടെ മനസ്സിലിരിപ്പ്. രക്ഷകർത്താക്കളെ പൈസ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോൺ എടുത്തെങ്കിലും പോയി PG ചെയ്യുക, പിന്നെ അവിടെയെങ്കിലും സെറ്റിൽ ചെയ്യുക, അവിടെ പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ മെൻ്റൽ സാനിറ്റോറിയത്തിൽ രോഗികളെ ശുശ്രൂഷിക്കുക. എന്ത് ജോലിയും ചെയ്തോളൂ, ശമ്പളം കുറച്ച് കൂടുതൽ കിട്ടും. ആ രാജ്യത്തിന് പൈസ കൂടുതലാണല്ലോ, അത് മതി. ഇവിടെ ചെയ്യാനാണ് ഈ വൈറ്റ് കോളർ ഇഷ്യൂ ഉള്ളത്. അവിടെ ഒരു പ്രശ്നമില്ല. ചെയ്തിട്ട് മാത്രമോ ചെയ്യുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ നാടിന് ദ്രോഹമായ ഒരു കാര്യം ചെയ്യും. ദ്രോഹം എന്ന് എനിക്ക് അറിഞ്ഞൂടാ, നിങ്ങൾ പറഞ്ഞാൽ മതി. ഈ രാജ്യത്തുനിന്ന് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തുനിന്ന് അവിടെ ആ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയെ കല്യാണം കഴിക്കും. നമ്മളെ രാജ്യം എന്ന് വെച്ചോ, അവരവിടെ സെറ്റിലാവും. അപ്പോൾ നമ്മൾ മൈഗ്രേഷൻ, അവിടെ നിന്നുള്ള ഒരു പൈസ ഇങ്ങോട്ട് വരില്ല. മാത്രമല്ല, ഞങ്ങൾ പെൻഷനാകുമ്പോൾ എന്നെയും എൻ്റെ വൈഫിനെ അവൻ്റെ അമ്മയും അച്ഛനെയും കൂടെ കൊണ്ടുപോകും. ആ കുട്ടി അതിൻ്റെ അച്ഛനെയും കൂടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകും.
അപ്പോൾ ഇന്ത്യയിൽ നിന്ന് മൈഗ്രേഷൻ ടു മൈഗ്രേഷൻ. അപ്പോൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയ പിന്നെ കേരളത്തിൽ ആരുണ്ട്? അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ, നമ്മുടെ വ്യവസായ ഭൂപകൃത്തിൽ ഈ രാജ്യത്തിൻ്റെ 4 കോടി ജനത്തിൽ 0.001% 4 ലക്ഷം പേരാണ് ഈ പറയുന്ന സർക്കാർ സർവീസിലുള്ളത്. നിങ്ങൾ നോക്കണം, 10 വർഷം മുമ്പുള്ള സ്വകാര്യ സംരംഭങ്ങളല്ല ഇവിടെ ഉള്ളത്. യൂണിഫോം ഇട്ട എത്ര സ്ഥാപനങ്ങളിൽ നമ്മൾ ആൾക്കാർ വർക്ക് ചെയ്യുന്നു, ഒരുപാട് എൻ്റർപ്രൈസുകൾ. അപ്പോൾ ഇവിടെ ജോലിയുണ്ട്. നന്നായി ചെയ്താൽ എന്താ പറയുക, പ്രൊവേഷൻ കഴിഞ്ഞാൽ ശമ്പളം കൂടി കിട്ടും. അത് ചെയ്യാൻ നമ്മൾ തയ്യാറല്ല, ചുമ്മാ വാണ്ടറിങ്ങാണ്. വാഴ എന്നൊരു സിനിമ പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയൊക്കെയാണ് അവസാനിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു എൻഡിങ് ഒന്നും അത്ര ശരിയല്ല എങ്കിൽ പോലും നമ്മളെ കളിയാക്കുന്ന രൂപത്തിലൊരു വാഴ എന്നൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താണ്, കിട്ടിയ ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യുക, അത് മാത്രമാണ് ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയ മാർഗം. അല്ലാതെ ഇഷ്ടപ്പെട്ട ജോലി ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല, 1% പേർക്ക് പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടൊരു പെർസെൻറ്റേജ് കിട്ടിയിട്ടുണ്ട്. ഒരു സിവിൽ സർവീസ് ആവാൻ, അല്ലെങ്കിൽ ഒരു IT പ്രൊമോഷൻ ആവാൻ, അല്ലെങ്കിൽ നല്ല ബിസിനസ്സുകാരനാവാൻ നിങ്ങൾ ശ്രമിച്ചാലേ പറ്റൂ. അത്തരത്തിൽ കേരളത്തിൽ ഈ ആവാസ വ്യവസ്ഥയെ ഹാനികരമായി ബാധിക്കാത്ത തരത്തിൽ ഒരു സംരംഭം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ ഗവൺമെൻറ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് ഒരുപാട് ഹർഡിൽസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നടത്താൻ ഇവിടെ പ്രശ്നങ്ങളുണ്ട്, ഒന്നും നടക്കില്ല. ഇങ്ങനൊരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഇങ്ങനെ കേട്ട് പരിശീലിച്ച പഴയ കഥകൾ. ഞാൻ നിങ്ങളോട് അഷ്വർ ചെയ്യുന്നു, ഇന്ന് ഉദ്യോഗസ്ഥന്മാരോട് ഇരിപ്പുണ്ട്, കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട്, ഇന്ന് നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞ ഒരാൾ, വിദ്യാഭ്യാസം എന്തായിക്കോട്ടെ, നിങ്ങൾ വ്യവസായ വകുപ്പിൻ്റെ ഓൺലൈൻ പോർട്ടലിൽ നിങ്ങളൊന്ന് കയറിയിട്ട് അതിനകത്ത് പല ലിങ്കുകൾ കാണുമല്ലോ അല്ലേ? ഹൗ ടു രജിസ്റ്റർ ആൻ എൻ്റർപ്രൈസ് ഹിയർ അല്ലേ, ഒരു സംരംഭം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് കയറി നോക്കുമ്പോൾ അതിനകത്ത് K-SWIFT എന്ന് പറയുന്ന കേരള സിംഗിൾ വിൻഡോ ഇൻ്റർഫേസ് ഫോർ സ്പീഡ് ആൻഡ് ട്രാൻസ്പെറൻറ്റ് സൊല്യൂഷൻസ്, ഒരു ഈസി ആയിട്ടൊരു സംരംഭം K-SWIFT, കേരള സിംഗിൾ ബോർഡ് ക്ലിയറൻസ് ആക്ടിൻ്റെ കീഴിലുള്ള ഒരു K-SWIFT എന്ന് പറയുന്നൊരു പോർട്ടൽ. അതിനകത്ത് കയറിയാലോ ഓരോ കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങളുടെ അഡ്രസ്സ് എന്താണ്, ആധാർ നമ്പർ എന്താണ്, നിങ്ങളുടെ ഇഷ്ടം എന്താണ്, നിങ്ങൾക്ക് ഏത് സംരംഭമാണ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളതൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് ലൈസൻസുകൾ വേണം എന്നതിൽ കാണിക്കും. ആ നിയമങ്ങളെല്ലാം ഞാൻ പാലിച്ചു കൊള്ളാം എന്ന്, ഐ വിൽ അബൈഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് വായിച്ചു മനസ്സിലാക്കി 1, 2, 3 ദിവസം എടുത്തോട്ടെ, ഭാഷ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷ അറിയാവുന്ന മകനെയോ മകളെയോ സഹോദരനെ കൊണ്ട് ഇംഗ്ലീഷിലായിരിക്കും വായിച്ച് മനസ്സിലാക്കിയെടുത്താൽ എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പൊല്യൂഷൻ കൺട്രോൾ ലൈസൻസ്, എങ്ങനെയാണ് ഒരു ഹെൽത്ത് ലൈസൻസ്, എങ്ങനെയാണ് ഒരു ഫയറിന്ന്, എങ്ങനെയാണ് സംരംഭം നടത്തേണ്ടതെന്ന് സാമാന്യ ബോധമുള്ള ഒരാളിനെ പിടിയിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ധൈര്യം കാണിച്ചാൽ ഇത്ര മാത്രം മതി, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. ഐ വിൽ അബൈഡ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ആൻഡ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് ഡിജിറ്റലി സൈൻ ചെയ്താൽ, യെസ് എന്ന പോർട്ടലിൽ കൊടുത്താൽ ആ സ്പോട്ടിൽ നിങ്ങൾക്ക് ലൈസൻസ് കിട്ടും. 3 വർഷത്തിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ബാക്കി ലൈസൻസുകൾ എടുത്താൽ മതി. പഞ്ചായത്തിനോ പിന്നൊരു കാര്യം, പൊല്യൂഷൻ എന്ന് പറയുന്നൊരു സാധനം ഞാൻ പറഞ്ഞു ആവാസ വ്യവസ്ഥ. ഞാനൊരു വ്യവസായം തുടങ്ങിയാൽ നിങ്ങൾ എൻ്റെ അയൽവക്കക്കാരായിരിക്കും അല്ലേ? സാറൊരു വ്യവസായം തുടങ്ങിയാൽ നമ്മളൊക്കെ അയൽവക്കക്കാരായിരിക്കും. അപ്പോൾ ഇവിടെ ജീവിക്കുന്ന അയാളടക്കം ഞാനടക്കം ജീവിക്കുന്ന സമൂഹത്തിന് അത് പലതരത്തിലുള്ള പൊല്യൂഷനും സാമൂഹ്യദ്രോഹവും ഉണ്ടാക്കരുതല്ലോ. അപ്പോൾ പൊല്യൂഷൻ ഏത് സംരംഭം തുടങ്ങാനും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു കൺസൾട്ട് അത്യാവശ്യമാണ്. അപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ആദ്യം അറിയിക്കുക, അത് ഈ പോർട്ടലിൽ കൂടെ തന്നെ അറിയിക്കാം. അവരുടെ പെർമിഷൻ കിട്ടുകയും ഈ K-SWIFT കിട്ടുകയും ചെയ്താൽ യു ക്യാൻ സ്റ്റാർട്ട് ദ ബിസിനസ്. പിന്നെ പഞ്ചായത്ത് ലൈസൻസോ ഫയറോ ഹെൽത്തോ ഏത് 10-29 ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. വ്യവസായങ്ങളുടെ വെറൈറ്റി അനുസരിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അതൊക്കെ വിത്തിൻ 3 years, പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു 6 മാസം കൂടെ തരും. അതിനകത്ത് നേടിയെടുത്താൽ മതി. നമുക്ക് ആകെ ഒരു ബോധം ഉണ്ടായിരുന്നാൽ മാത്രം മതി. സിമ്പിളായിട്ട് ഇവിടെ ജീവിക്കുന്നതിന്, റോഡിൽ ഇറങ്ങി നടക്കുന്നതിന്, ഒരു പെഡസ്ട്രിയനെ സംബന്ധിച്ച് എന്താണ് അറിയേണ്ടത്? ഒരു കാൽനടക്കാരന് ബോധം, മനസ്സിൽ ബോധമുള്ള ഒരാളാണ്. നമുക്ക് മാനസികമായും ശാരീരികമായ ആരോഗ്യവും മാനസികാരോഗ്യവും ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ള ഒരാൾ എന്ന നിലയിൽ നമ്മൾ റോഡിൽ നടക്കുമ്പോൾ വാഹനങ്ങളുടെ അതിപ്രസരമാണ്. നമുക്ക് ആകെ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യം എന്താണ്? റോഡ് ക്രോസ് ചെയ്യുന്നത് സീബ്ര ക്രോസ് വഴി ആയിരിക്കണം അല്ലേ? സെൻസ് ഓഫ് അവയർനെസ്.
അല്ലാതെ എളുപ്പത്തിൽ കുറുക്ക് ചാടി നമുക്ക് 2 കണ്ണേ ഉള്ളൂ. ബാക്കിന്നോ എവിടുന്നോ ഒരു വണ്ടി തട്ടിയാൽ അവന് ലൈസൻസ് ഉണ്ടെങ്കിൽ അവൻ മറിഞ്ഞ് വീണ അവന് ഇൻഷുറൻസ് കിട്ടും, നമുക്ക് ഇൻഷുറൻസ് കിട്ടൂല. എന്താണ്? നമ്മൾ നിയമം ലംഘിച്ചു അല്ലേ? അത്തരത്തിൽ നിയമങ്ങളെ ലഘൂകരിച്ച് മനസ്സിലാക്കി പരിശീലിക്കാനും അത് പാലിക്കാനും തയ്യാറായാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ കേരളീയർക്കുള്ള പ്രശ്നം ഈ ചാടിക്കിടക്കുക എന്നുള്ളതാണ്. വളയത്തിന് പുറത്തുള്ള ചാടുക. വളയം എന്ന് പറയുന്നത് ആരോഗ്യപരം. ഒരു ബിസിനസ്സിൻ്റെ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ, ബ്യൂട്ടി ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുക്ക് ഓഫ് അക്കൗണ്ട്സും അതിൻ്റെ ലൈസൻസുകളുമാണ്. നിയതമായ നിയമങ്ങൾ അടിസ്ഥാനമായും ലേബർ ഈ ബാലവേലയില്ലാതെ അധ്വാനിക്കുന്നതിന് കൂലി കൊടുത്ത് എല്ലാ വരവും ചെലവും നോക്കി ലാഭം ഉണ്ടാക്കി ഗവൺമെൻറ് ടാക്സ് കൊടുത്ത് അങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഒരു ബ്യൂട്ടിഫുൾ ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ആന്തരിക ഒരു എന്താ പറയുക, അതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബ്യൂട്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുറുക്കാൻകട നടത്തിയാലും ആ ബ്യൂട്ടിയോടുകൂടി നടക്കുന്ന ഒരു സംരംഭകരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പേടിക്കാനില്ല. പലരും വെള്ളം ചേർക്കപ്പെടുമ്പോഴാണ്, ഈസിയായി മറുകണ്ഠം ചാടുമ്പോഴാണ് ഹർഡിൽസ് വരുന്നത്. അപ്പോഴാണ് പിന്നെ അവിടെ ഓട്ടം ഇവിടെ ഓട്ടം, അദാലത്ത്, അത് ഇത് അല്ലേ? സർക്കാരിൻ്റെ നിയമം നമ്മൾ തന്നെ സർക്കാരിനെ സെലക്ട് ചെയ്യും. അവർ ലെജിസ്ലേഷൻ എന്ന ലെവലിൽ പോയിരുന്നിട്ട് ഭരിക്കാൻ ഒരു ഭരണസമിതി എടുക്കും, മന്ത്രിമാരും ഒക്കെ. അവർ നിയമം പാസ്സാക്കും, നമുക്ക് വേണ്ടിയാണ്, നമ്മൾ പറഞ്ഞുകൊണ്ടാണ് അവർ നിയമം. ആ നിയമങ്ങൾ പാലിക്കാൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ വഴി പറഞ്ഞു കൊടുക്കും. ഇത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കൃത്യമായി മനസ്സിലാക്കി പാലിക്കാത്തത് കൊണ്ടും പബ്ലിക്കിന് അവയർനെസ് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും. അത് ലിറ്റിഗേഷൻ ജുഡീഷ്യറി പോകും, അവിടെ കിടക്കും. ഒരു കേസ് കോടതിയിൽപ്പെട്ടാൽ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ കൈകേട്ടിരിക്കും. അത് കോടതിയിലാണ്, ഇനിയൊന്നും പറയില്ല. ഈ കോടതിയിലാക്കിയതാരാണ്? ഈ ഉദ്യോഗസ്ഥരാണ് അല്ലേ? അത് തീർത്തെടുക്കാൻ ഈ ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. അല്ലാതെ പിന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വരൂല തീർത്തെടുക്കാൻ. അത് തീർത്തെടുത്തിട്ട് ഈ പറയുന്ന ആൾക്കാരെ എല്ലാ രീതിയിലും സഹായിക്കുന്നുള്ളൂ. അങ്ങനെ സേവനം, വിവരങ്ങൾ അറിയുന്നുള്ള വിവരാവകാശ നിയമം മാത്രമല്ല, സേവനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയുന്ന ഡേറ്റുകളിൽ ഞാൻ പറയുന്നു, നിങ്ങളൊരു സംരംഭം തുടങ്ങിയാൽ 35% സബ്സിഡി ഞാൻ തരാം, അത് നിങ്ങൾ അപ്ലൈ ചെയ്താൽ 30 ദിവസത്തിനകം പാസ്സാക്കി തരാം എന്ന് പറയുന്നുണ്ട്. അത് 31ാമത്തെ ദിവസമായാൽ ആ ഒരു ദിവസത്തിന് 250 രൂപ പിഴ ഞാൻ കൊടുക്കുന്ന നിയമം ഈ നാട്ടിലുണ്ട്, സേവനാവകാശ നിയമം. ആർക്കെങ്കിലും അറിഞ്ഞുകൂടെ കേട്ടിട്ടുണ്ടാവും, പക്ഷേ പരീക്ഷിച്ചിട്ടില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൊടുക്കുക, ഞാനും എൻ്റെ ടീം വന്ന് നോക്കും. ആ വന്ന് നോക്കി നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരും, ഈ സബ്സിഡി പാസ്സാക്കി തരും. പാസ്സാക്കി തന്നാൽ ഒരു പ്രശ്നം, 30 ദിവസത്തിനകത്ത് തന്നാൽ ഇത് നമ്മൾ ലാഘവത്തോടെ കണ്ട് ഇതാരും ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ നിയമത്തിൻ്റെ പേരിൽ ശിക്ഷിച്ചതായിട്ട് ഞാനിത് കണ്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ലൈസൻസും പെർമിഷനും കിട്ടിയാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു 10 കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. ഒന്ന്, ആ സംരംഭം ചെയ്യാനുള്ള ടെക്നോളജി വേണം അല്ലേ? ഞാൻ നേരത്തെ ലൈസൻസ് പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനമായും പൊല്യൂഷൻ കൺട്രോൾ മസ്റ്റാണെന്ന് പറഞ്ഞേ. രാജേഷ് അല്ലെങ്കിൽ പോവും സാറോട് ഇരിക്കും. ഞാൻ 20 മിനിറ്റ്സാണ് ചോദിച്ചത്, അങ്ങനെ അധികം കിടക്കാൻ പാടില്ല, ഞാൻ നിർത്തിക്കോളും. ഇവിടെ ഒന്ന് കൈ കാണിച്ചാൽ മതി അല്ലേ? ഒന്ന് പറഞ്ഞാൽ മതി, നന്നായിക്കോളും എന്ന് പറഞ്ഞാൽ. കാരണം അവർ രണ്ടും കൂടെ അവരെ കാര്യം പറയാനുണ്ട്, നിങ്ങൾക്കും ബോറടിക്കരുതല്ലോ. നിങ്ങൾ ഈ നിയമം പാസ്സായി നമ്മൾ നിയമങ്ങളെല്ലാം പാലിച്ചു കൊള്ളാം. ഒരു ഇന്ത്യൻ പൗരൻ, ഒരു കേരളത്തിലൊരു ആൾ വന്ന് ബിസിനസ് ചെയ്യാൻ ഡിജിറ്റലി സൈൻ ചെയ്താൽ ലൈസൻസ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മസ്റ്റാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ആവാസ വ്യവസ്ഥയ്ക്ക് ഹാനികരമല്ലാതിരിക്കാൻ, ആരോഗ്യ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ പണ്ട് ഹെൽത്ത് മസ്റ്റായിരുന്നു. ഇപ്പോൾ അതെല്ലാം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ വന്നിട്ട് 4 തരം പൊല്യൂഷനാണല്ലോ, വെള്ളം, വായു, സൗണ്ട്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ പൊല്യൂഷൻസ് ഒന്നും ഇല്ല എന്ന് അവർ പരിശോധിച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഏതൊക്കെ സംരംഭത്തിനാണ് സാർ ഈ പൊല്യൂഷൻ അല്ലേ? ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഏത് സംരംഭം നടത്തിയാൽ വിജയിക്കും? അതിലെ ചോദ്യം. അത് നമ്മൾ പെട്ടിടക്കുന്ന വിചാരം. പണ്ടൊക്കെ നമ്മളിങ്ങനെ ബുക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്, 100 എണ്ണം. രാജേഷ് സാർ 1000 ബിസിനസ് അടിച്ചു വെച്ചിട്ടുണ്ട് ബുക്ക്. ഇപ്പോൾ ചോദിച്ചാൽ 1,00,000 ബിസിനസ്സിൻ്റെ പെൻ ഡ്രൈവ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നുമില്ല. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഏത് സംരംഭം ചെയ്താൽ വിജയിക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായ ആൻസറുണ്ട്. ഏത് സംരംഭം ചെയ്താലും വിജയിക്കും. എങ്ങനെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ ഈ ഇടയ്ക്ക് കണ്ണൂർ 2 വർഷം GM ആയിരുന്നപ്പോൾ റോഡിൽ കൂടെ വന്നപ്പോഴേ വഴിയിൽ എഴുതി വെച്ചേക്കുന്നത്, മണ്ണ് വിൽക്കപ്പെടും. നമ്മൾ ഭൂമി വിൽക്കപ്പെടും, വീട് വിൽക്കപ്പെടും, ഫ്ലാറ്റ് വിൽക്കപ്പെടുന്നുണ്ട്, മണ്ണ് വിൽക്കപ്പെടും എന്ന് കേട്ടിട്ടുണ്ടോ? 25 കിലോ മണ്ണിന് 50 രൂപ. ഒരു ചാക്കിൽ കെട്ടി വെച്ചു, കുറേ ചാക്ക് കെട്ടി വെച്ചു. ആൾക്കാർ ഇറങ്ങി നിൽക്കുന്നു, വാങ്ങുന്നു, പോകുന്നു.
ഇപ്പോൾ കപ്പയും മീനും മേടിക്കും പോലെ സംഭവം. ഒരുപാട് വെജിറ്റേഷൻസ് അപ്പുറത്ത് ഇങ്ങനെ വളർത്തി വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഒരുപാട് പൂച്ചെടികൾ, ഒരുപാട് വെറൈറ്റി, പിന്നെ എന്തൊക്കെയാണ് പുതിയ പുതിയ ചെടികൾ, 2000 രൂപ 3000 രൂപ. ഇതൊക്കെ വീട്ടിൽ കൊണ്ട് നടാൻ മണ്ണ് വേണ്ടേ? അവൻ തന്നെ തൊട്ടിപ്പുറത്ത് 25 കിലോ മണ്ണും വെച്ചിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് മത്സരിക്കരുത്. ഏത് സംരംഭം ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കരുത്, ഏതും ചെയ്യാം. 1 ലിറ്റർ പാല് മേടിച്ച് കുടിക്കുന്ന വീട്ടമ്മ ഒരു 10 ലിറ്റർ പാല് മേടിച്ച് കാച്ചി തളിപ്പിച്ചിട്ട് പാക്കറ്റിലോ കുപ്പിയായിട്ടോ കൊടുത്താൽ മതി, ഫ്ലാറ്റ് മുഴുവൻ അല്ലെങ്കിൽ ആ നാട് മുഴുവൻ കാച്ചിയ പാൽ. ഇത് കുഴപ്പം എനിക്കിപ്പോൾ തോന്നിയതാണ്. നിങ്ങൾ 52 രൂപ കൊടുത്ത് പാൽ മേടിക്കുക, കാച്ചിയ പാല് 70 രൂപയ്ക്ക് കൊടുക്കുക. കാച്ചിയ പാല് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ നമ്മൾ മേടിച്ചുകൊണ്ട് ഫ്രിഡ്ജ് വയ്ക്കാൻ 2 ദിവസം കഴിയുമ്പോൾ നശിച്ചു പോകും. കാച്ചിയ പാല് ഫ്രിഡ്ജ് വെച്ചാൽ ഒരാഴ്ച കഴിക്കാം. ഒറ്റ കാച്ചുമ്പോൾ ഒരു 10 ഗ്രാം കുറയും, അല്ലേ? എത്രയേ ഉള്ളൂ? ഒരു 10 ലിറ്റർ കാച്ചിയാൽ 1/3 ലാഭം എടുത്ത് വയ്ക്കാം. കാച്ചിയ പാൽ ഒരു ഫ്ലാറ്റിൽ 75 കുടുംബം ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടില്ലേ ഒരാൾ? അത്തരത്തിൽ ഏത് തുടങ്ങാമെന്ന് ചോദിക്കരുത്, എന്തും തുടങ്ങാം, കേട്ടല്ലോ? അപ്പോൾ ആ ചോദ്യമില്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവിടെ ഒരു പ്രശ്നമാണ്. പൊല്യൂഷൻ ഒരു പൊല്യൂഷൻ ഇല്ല. ഒറ്റ ഉത്തരവേ ഉള്ളൂ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം കൂടെ കേട്ടനെ. ഏത് സംരംഭത്തിനാണ് സാർ പൊല്യൂഷൻ ഉണ്ടാകുന്ന എവിടെ നമുക്കറിയാമല്ലോ. എങ്ങനെയൊക്കെ പൊല്യൂഷൻ ഉണ്ടാവും, അല്ലേ? ഇവിടെ സിഗരറ്റ് വലിക്കരുത്, ഇവിടെ മുറുക്കി തുപ്പരുത്, അല്ലേ? ഇപ്പോൾ മുറുക്കാൻ കടയുടെ കാര്യം എടുക്കാം. മുറുക്കാൻ കടയ്ക്ക് പൊല്യൂഷൻ ലൈസൻസ് വേണം. എന്തിനു വേണം? ഞാൻ മുറുക്കാൻ മേടിച്ചുകൊണ്ട് പോകണമല്ലേ കഴിക്കണത്. ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, ഇവിടെ സിഗരറ്റ് വലിയില്ല. മുറുക്കാൻ മേടിച്ച് അവിടെ മുറുക്കിയിട്ട് തുപ്പിയാൽ പൊല്യൂഷൻ വേണം, വിഴുങ്ങിയാൽ വേണ്ട. മനസ്സിലായോ? വന്ന് മേടിക്കുന്നവൻ അവിടെ ഒന്ന് മുറുക്കി അവിടെ തുപ്പരുത്. ആ ഉറപ്പ് ഇയാൾ കൊടുക്കണം. ഇവിടെ മുറുക്കുന്നവർ ഇവിടെ തുപ്പില്ല. ഒരിക്കൽ തുപ്പിയാൽ ആദ്യം പണിഷ്മെൻറ്റ് വരും. അപ്പോൾ ഈ നാട്ടിൽ ചെറിയ പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതെടുത്ത് വെക്കുന്നത് നല്ലതാണ്. ഒരു പൈസയില്ല, മനസ്സിലായോ? അതും എടുത്ത് വെച്ചിട്ട് K-60 എടുത്തു കഴിഞ്ഞാൽ ഏത് സംരംഭവും ചെയ്യാം. ഒരു ചെറിയ ധൈര്യം മതി. ഈ പഠിക്കാൻ എന്ത് ഒരു സമയം എടുക്കുന്നു? 18 വയസ്സായ അല്പം വിവേകം മാത്രം മതി ഒരു സംരംഭം തുടങ്ങാൻ. അങ്ങനെയുള്ള ആളിന് ഒരു സാങ്കേതിക വിദ്യ മാത്രം, ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളൊരു മേഖല, അല്ലേ? എന്തെല്ലാം മേഖലയുണ്ട്. ഞാൻ അതൊന്നും ഇവിടെ പറഞ്ഞിട്ട്, ഭക്ഷ്യമേഖല, ഗാർമെൻറ്റ് മേഖല, പിന്നെ കൺസ്ട്രക്ഷൻ മേഖല, അല്ലെങ്കിൽ ഫർണിച്ചർ മേഖല, പ്ലാസ്റ്റിക്, റബ്ബർ, അങ്ങനെ ഒരുപാട് മേഖലയുണ്ടല്ലോ. അതിന് ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടാൽ ആ സാങ്കേതിക വിദ്യയെ പഠിപ്പിച്ചു തരാൻ വ്യവസായ വകുപ്പ് കൂടെ ഉണ്ട്. വിത്തൗട്ട് കോസ്റ്റ് ട്രെയിനിങ് തരും. അടിസ്ഥാന സൗകര്യം വേണമല്ലോ. ഒരു സ്ഥലം വേണ്ടേ സംരംഭം തുടങ്ങാൻ? അതിനുള്ള സ്ഥലം, അല്ലെങ്കിൽ ബിൽഡിംഗ്, അല്ലെങ്കിൽ പ്ലോട്ട്, അല്ലെങ്കിൽ ഷെഡ്, ഇതൊക്കെ വ്യവസായ വകുപ്പ് കുറഞ്ഞ റേറ്റിൽ തരും. അതിനുള്ള ഒരുപാട് ഏജൻസികളുണ്ട്. അതിനുള്ള പണം വേണം. അദ്ദേഹമുണ്ട്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇവിടുത്തെ ബാങ്കുകളുടെ മുഴുവൻ അധികാരി അദ്ദേഹമാണ്. നല്ലൊരു പ്രോജക്റ്റ്, 2 വാക്കേ ഉള്ളൂ: ഫീസിബിലിറ്റി ആൻഡ് വയബിലിറ്റി. ഈ പ്രോജക്റ്റ് ആദ്യം കൊണ്ടു ചെല്ലുമ്പോൾ പേപ്പറിലാണ്. കാണുന്ന മാനേജർക്ക് തോന്നണം ഇത് ഫീസിബിളാണെന്ന്. തോന്നാനുള്ള എല്ലാ ബുദ്ധിയും പഠിപ്പിച്ചിട്ടാണ് അവരെ വിട്ടേക്കണം. അപ്പോൾ നമ്മൾ എന്ത് തന്ത്രം എടുത്താലും അവർ നോക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ന്യൂനത കണ്ടുപിടിക്കും. അത് തിരിച്ച് വ്യവസായ ഓഫീസറെ അടുത്ത് കൊണ്ടുപോയി നന്നാക്കിക്കൊണ്ട് കൊടുക്കണം. അപ്പോൾ അല്ലാതെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റും വ്യവസായ ഓഫീസറും GM ഉണ്ടാക്കിയ പ്രോജക്റ്റും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ലോൺ കിട്ടില്ല. അവർ ചോദിക്കുന്ന ഉത്തരം പറയണം. നിങ്ങൾ ആരെങ്കിലും ഈ ലോൺ ആപ്ലിക്കേഷനും കൊണ്ട് ബാങ്കിൽ പോയിട്ടുണ്ടോ? പോയിട്ടുള്ള ഒരാൾ ഒന്ന് കൈവക്കേ. ഒരാളെങ്കിലും. യെസ്. മാഡം എപ്പോഴാണ് പോയത്? ഏത് സമയത്താണ്? അങ്ങനെ ഏത് സമയം? ആ പോയ സമയം ഒന്ന് ഓർക്കുന്നുണ്ടോ? അല്ല സമയം, നമ്മുടെ സമയം രാവിലെയാണോ ഉച്ചയ്ക്കാണോ? യെസ്, 11 മണി. ഇരുന്നോളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊക്കെ ജസ്റ്റ് ഒരു ഇൻട്രാക്ഷനാണേ. 11 മണിയാകുമ്പോൾ ഒരു ബാങ്ക് മാനേജറുടെ മാനസികാവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ സാധാരണ മലയാളത്തിൽ, ഞാൻ ട്രിവാൻഡ്രംകാരനാണ്, മുട്ട വെച്ചാൽ വേവും, അത് എവിടെ വെക്കണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മനസ്സിലായ? ആ മാനസികാവസ്ഥയാണ്. ആ സമയത്താണ് മാഡം ചെല്ലുന്ന പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയും വയബിലിറ്റിയും നോക്കാൻ ആ മാനേജർക്ക് സമയം കിട്ടൂ. അയാളുടെ ജോലി ഒതുങ്ങുന്നത് ഒരു 2 മണി കഴിഞ്ഞിട്ടാണ്. 2:30 മണി, 3 മണി LDM എന്നെ നോക്കുകയാണ്. മനസ്സിലായോ? നമുക്ക് സാധാരണ കറണ്ട് അക്കൗണ്ട് എടുക്കാനോ പൈസ എടുക്കാനോ കൊടുക്കാനോ അല്ല നമ്മൾ പോയത്. നമ്മളൊരു പ്രോജക്റ്റ് സംസാരിക്കാനാണ്. വിവേകം, തന്ത്രം എന്നൊക്കെ പറയുന്നത് കുതന്ത്രമല്ല. നമ്മൾ ആലോചിക്കണം. ഉച്ചയ്ക്ക് ശേഷം പോവാം, അല്ലേ? കാരണം അയാൾക്ക് സമയം കിട്ടുമല്ലോ. ഫെയർ.
ഒരു കാര്യം കൂടെ ഞാൻ പറയും. ഉച്ചയ്ക്ക് ശേഷം അപ്പോയിൻമെൻറ്റ് ചോദിച്ചാൽ എല്ലാ മാനേജരും ഉച്ചയ്ക്കേ തരുള്ളൂ. അങ്ങനെ അപ്പോൾ ചോദിക്കാതെയോ ഉച്ചയ്ക്ക് ആ ബാങ്കിൽ പോയാൽ നിങ്ങൾ കയറി ചെല്ലുന്നതിന് മുമ്പ് മാനേജർ റൂമിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവിടെ ഇരിക്കുന്ന ഒരു സ്റ്റാഫിനോടോ ചോദിക്കണം, മാനേജർ ആഹാരം കഴിച്ചോ, ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കണം. കഴിച്ചില്ലെങ്കിൽ കയറേണ്ടത്, കഴിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ കയറാവൂ. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മാനസിക സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വികാരം മനസ്സിലായത്. നമ്മൾ ഈ 3 നേരം അല്ലെങ്കിൽ 2 നേരം 1 നേരം കഴിക്കാൻ വേണ്ടിയാണല്ലോ, കഴിക്കാൻ വേണ്ടിയല്ല, എന്നാലേ ഇത് പോവുള്ളൂ, ജീവിതം പോവുള്ളൂ. ഈ മാനേജർക്ക് രാവിലെ വെളുപ്പാൻ കാലത്തിന് കുഴക്കട്ടയും കഴിച്ചു വെച്ചിരുന്നു മാനേജർക്ക് 2 മണിക്കും ഊണ് കഴിക്കാൻ പറ്റുന്നില്ല. 3 മണിയാവുന്നു, 2:30 മണിയാവുന്നു. അവർ കഴിച്ചാൽ ഒരു സമാധാനം കിട്ടും. കഴിക്കാത്ത സമയത്താണ് 6.25 ലക്ഷം രൂപയുടെ കുഴഞ്ഞൊരു പ്രോജക്റ്റും കൊണ്ട് ചെന്ന് കയറിയാൽ ആ മാനേജറുടെ മാനസികാവസ്ഥ അതിനകത്ത് കയറിപ്പോ ഇവർ 2 മാനേജറാണ്, അവർക്ക് ശ്രദ്ധ കിട്ടൂല. അവിടെ കുഴയും. ഉടനെ വ്യവസായ വകുപ്പിനെ കുറ്റം പറയും, ബാങ്കിനെ കുറ്റം പറയും. ഞാനതിൻ്റെ പ്രായോഗികതകളാണ് പറഞ്ഞത്. ഈ വകുപ്പിലൂടെ സാറിനെ പോലെ കുറേ കാലം നടന്നു പോയ ഉദ്യോഗസ്ഥർ എന്ന ലെവലിൽ ഒരു പ്രായോഗികത മാത്രം. ഇതൊക്കെ നിങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങളാണ് ഇതിൻ്റെ അധികാരികൾ. എൻ്റെ സംരംഭം, എന്നെ അറിയാവുന്ന 3-4 സംരംഭർ ഇവിടെ ഉണ്ട്, മനസ്സിലായോ? ഒരു പെട്ടെന്നൊരു എഞ്ചിനീയർക്ക് വന്ന് ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റില്ല. ഇത് പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. അത് തെറ്റായാലും ശരിയായാലും നിങ്ങളുടെ ബോധ്യത്തിൽ നിങ്ങൾ ശരിയായത് മാത്രം ഉൾക്കൊള്ളുക. അങ്ങനെ വന്നാൽ ഞാൻ പറഞ്ഞു, ഒരു സാങ്കേതിക വിദ്യ, ഒരു ഐഡിയ മാത്രം മതി, അതിൻ്റെ വിദ്യ ഞങ്ങൾ പ്രകോപിച്ചു. അന്യദേശത്തു നിന്ന് അതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ വേണമെങ്കിൽ അതുവരെ ചെയ്തു തരും. അടിസ്ഥാന സൗകര്യം, പണം, ഫണ്ട്, 4-5 അതിൻ്റെ മെഷീനറി, അതിൻ്റെ റാ മെറ്റീരിയലുകൾ, അതിനെക്കുറിച്ചുള്ള ബോധം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഗൂഗിൾ തപ്പിയാൽ കിട്ടും, അല്ലെങ്കിൽ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞു തരും. എവിടെ നിന്ന് കിട്ടും, ഏത് ആദായ വിലയ്ക്ക് കിട്ടും, മെഷീൻസും മെറ്റീരിയൽസും. പിന്നെ മാൻ പവർ. ഒരു സംരംഭം തുടങ്ങാൻ ഏറ്റവും അത്യാവശ്യം പണമാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ പണമാണെന്നും പറയില്ല, ബുദ്ധിയാണെന്നേ പറയൂ. ബുദ്ധി എന്ന് വെച്ചാൽ ബുദ്ധിശക്തിയും വിവരവും വിപ്ലവമൊന്നുമല്ല, ഒരു വിവേകം, ഒരു തിരിച്ചറിവ്, ഒരു നല്ല മനസ്സ്, അത്രേ ഉള്ളൂ. ഈ 6ാമത്തെ കാര്യമാണ് ലേബർ സോഴ്സിങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇനി പറയണ്ടല്ലോ. നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ മനഃപൂർവ്വം, അല്ലേ? ഇവിടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്നൊരു സംഭവം ഉണ്ടോ ഇല്ലേ? നിങ്ങളെല്ലാം അല്ലേ? ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യം നിൽക്കവേ ഞാൻ അതിനൊരു ഡെഫിനിഷൻ തരും, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതിനൊരു പേരിടും. ആ ഡിക്ഷണറിയിൽ നിങ്ങൾ എഴുതി ചേർത്തോളൂ. അത് വിൽഫുൾ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. വിൽഫുൾ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നമ്മൾ ഇഷ്ടപ്പെട്ടതേ ചെയ്യൂ എന്ന് പറഞ്ഞാൽ നടക്കില്ല. ചെയ്യാൻ കിട്ടുന്നത് ഇഷ്ടപ്പെട്ട് ചെയ്യുക. അതിൽ എന്ത് നമ്മുടെ കുടുംബത്തിന് നമുക്ക് കിട്ടുക, നാട്ടിനെന്ത് കിട്ടും എന്ന് ആലോചിച്ചാണ് ഓരോരുത്തരും മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതൊരു സംരംഭത്തിൻ്റെയും പിന്നാമ്പുറം പരിശോധിച്ചാൽ അങ്ങനെ കഷ്ടപ്പെട്ട് വന്നവരായിരിക്കും. ഈസിയായി ഒരാൾ ഉണ്ണിയപ്പം വിറ്റ് നല്ല കാശുണ്ടാക്കുക, എന്നാൽ ഞാനും ഉണ്ണിയപ്പം വരും. ട്രിപ്ലിക്കേഷൻ, അനുകരണം, ഈ ബിസിനസ്സിൽ നല്ല കലയല്ല. ചിലപ്പോൾ നന്നാവും. അച്ഛൻ പപ്പടക്കച്ചവടനായി, മോനും ആ വഴിക്ക് പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല, ഒരു ഹൈറാർക്കി. പക്ഷേ ആ നാട്ടിലുള്ള എല്ലാവരും കൂടെ ആ ചേട്ടൻ പപ്പടം ഉണ്ടാക്കി എന്ന് പോയി പപ്പടം ഉണ്ടാക്കി നടക്കൂ. അത്തരത്തിൽ നമ്മളിങ്ങനെ വിൽഫുൾ അൺഎംപ്ലോയ്മെൻറ്റ് കാണിക്കുമ്പോൾ നാട്ടുകാർ ഇവിടെ കയറും. നമ്മൾ ഈ ദുബായ് ഉണ്ടാക്കിയ ആരാണ്? ദുബായ് ഉണ്ടാക്കിയത് മോഹൻലാൽ ചോദിച്ചത്. നിങ്ങൾ ദുബായ് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ദുബായ് ഇല്ലേ എന്ന് ചോദിച്ചാൽ ദുബായ് ഉണ്ടാക്കിയ ആരാണ്? ദുബായ്, ഇന്നത്തെ ദുബായ് മലയാളികളാണ്, ഇന്ത്യക്കാരാണല്ലേ ഇന്നത്തെ ദുബായ് രാജ്യത്തെ മാറ്റിയത്. എല്ലാ രാജ്യങ്ങളെയും പച്ചപിടിപ്പിച്ചതും ബൗദ്ധികമായും ടെക്നിക്കലായും അവരെ മുന്നോട്ടെത്തിക്കുന്നതും ഇന്ത്യക്കാരും മലയാളികളുമാണ്. നമുക്ക് നമ്മുടെ നാട്ടിലാണ് നമ്മൾ സ്വയം വിലയില്ലാതാവുന്നത്. ആലോചിച്ച് ചിന്തിച്ച് ഇവിടെ തന്നെ നിന്നാൽ നിങ്ങളും രക്ഷപ്പെടും, ഈ നാടും രക്ഷപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും ലേബേഴ്സ് വരുന്നു, എവിടെ താമസിപ്പിക്കും? ഈ വീട് മുഴുവൻ വാടകയ്ക്ക് കൊടുത്തു. പിന്നെ തികയാതെ വന്ന ഫാക്ടറി മുഴുവൻ ഷെഡ് പണിഞ്ഞു കൊടുത്തു. അവരും മനുഷ്യരല്ലേ? പുറത്തിറങ്ങുമ്പോൾ അവൻ മുറുക്കി തുപ്പും, അപ്പം നമുക്ക് പ്രശ്നം. അറിയാമല്ലോ അവരുടെ ശീലങ്ങൾ, അല്ലേ? ഗോതമ്പും കുറച്ച് സബ്ജിയും മാത്രം മതി അവർ ജീവിക്കാൻ. ആ ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അപ്പം നമുക്കത് സഹിക്കാൻ പറ്റില്ല. നമ്മൾ ചെയ്യാത്തതുകൊണ്ടാണ് അവർ വരുന്നത്. എന്തൊക്കെ സംഭവിച്ചു? കൊച്ചുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നു, അല്ലേ? ഇത് നമ്മൾ ചെയ്യുന്നേക്കാളും കൂടുതലായിട്ടൊന്നും അവർ ചെയ്യുന്നില്ല, അല്ലേ? എന്നാൽ പോലും അതൊക്കെ സഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ മേഖലയിൽ തൊഴിൽ ചെയ്തു തരുന്നത്. അപ്പോൾ ലേബർ ഒരു അത്യാവശ്യമാണ്. എൻ്റെ ഒരു ബന്ധു 50 ലക്ഷം രൂപ കൊടുത്തൊരു തുടങ്ങി. അവൻ ആദ്യം ഈ പറഞ്ഞ ലോൺ എടുക്കാനും പ്രോജക്റ്റുമായിട്ടൊന്നും പോയില്ല. അവൻ ആദ്യം ഒരു 5-6 കമ്പനി പോയി നോക്കിയിട്ട് ഒരു പ്രധാന കമ്പനിയിൽ നിന്ന് പ്രധാന ജോലിക്കാരെയും 2 സ്റ്റാഫിനെയും കൂടെ പൊക്കി.
അവിടെ 15,000 രൂപ ശമ്പളം കൊടുക്കും, അവൻ 20,000 രൂപ ശമ്പളവും ഒരു മുറിയും ഒരു കട്ടിലും ഒരു ഫാനും കൊടുക്കും. അയാൾ ഇവിടേക്ക് വന്നു. അയാൾ വന്നതിന് ശേഷം ധൈര്യമായി ജോലിക്കാരുണ്ട്. ഇത് അറിയുന്ന ഒരാൾ വേണമല്ലോ ഹോളോബ്രക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനീ പറയുന്ന കാര്യങ്ങളെല്ലാം പരസ്പര പൂരിതകളാണ്. അപ്പോൾ ലേബർ സോഴ്സിങ്, ഒരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു ഐഡിയ പ്രോജക്റ്റായി മാറുന്നതിനിടയ്ക്ക് ഇതെല്ലാം ആലോചിക്കണം. ലേബർ എവിടെ നിന്ന് കൊണ്ടുവരാം, ലേബർ എങ്ങനെ സോഴ്സ് ചെയ്യാം, നാട്ടിലുണ്ടോ, ഇൻഡിജിനസ് ആണോ, വെളിയിൽ നിന്ന് വേണോ, അവൻ പരിശീലനം ഉള്ളവനാണോ, അവന് പരിശീലനം കൊടുക്കണോ. പിന്നെ കമ്പനിക്ക് മാനേജറായി, മറ്റ് വിവിധ ഡിവിഷനുകളായി, പിന്നെ GM ആയി, അങ്ങനെയൊക്കെ വേണമെപ്പോഴും ആരെ എടുക്കണം, എന്തെടുക്കണം, ഇതെല്ലാം നമ്മൾ ലേബർ സോഴ്സിൽ നോക്കണം. പിന്നെ 8ാമതായിട്ട് പിന്നെ ഒരു മാനേജ്മെൻറ്റ്, ഇത് 7ാമതായിട്ട് ഇതൊരു മാനേജ് ചെയ്യാൻ നമുക്ക് അതിന് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തന്നെ മാനേജറിയൽ ട്രെയിനിങ്ങിന് പോകാം. അതിന് വ്യവസായ വകുപ്പ് സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ്, ഇത് കോംപ്ലിമെൻ്ററി ആണേ. ഇത് 8ാമത് എണ്ണരുത്. നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റിന്, സർവീസിന്, ബിസിനസ്സിന് ഒരു ഏരിയ നമ്മൾ ഉണ്ടാക്കണം, കണ്ടെത്തണം. നമ്മൾ ഈ മണ്ണ് വിൽക്കപ്പെടും എന്ന് എഴുതി വെച്ച അയാളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഈ മണ്ണ് വാങ്ങിക്കൊണ്ട് പോകാനുള്ള മൂടനും മണ്ടന്മാരുമായിട്ടുള്ള ആൾക്കാരെ കിട്ടുമെന്ന് അവനറിയാം. തൊട്ടടുത്ത പറമ്പിൽ ചോദിച്ചിട്ട് കുറച്ച് മണ്ണ് വാരാൻ പറ്റാത്ത, അയൽക്കാരനോട് സംസാരിക്കാത്ത കുറേ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ് ഇവൻ ഈ 25 കിലോ മണ്ണ് കവർന്ന് വെച്ചേക്കുന്നത്. മനസ്സിലായ? എന്നെ സംബന്ധിച്ച് അടുത്ത വീട്ടിൽ ചോദിച്ചിട്ട് 20 കിലോ മണ്ണ് ഇങ്ങ് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് മേടിക്കില്ലല്ലോ. അപ്പോൾ എന്ത് പ്രോഡക്റ്റ് എവിടെ വയ്ക്കുമെന്ന് നമ്മൾ അറിയണം. നമ്മളുടെ മാർക്കറ്റ് ഏരിയ നമ്മൾ മാത്രം അറിയണമെന്നില്ല, അതിൻ്റെ വഴി കണ്ടുപിടിക്കാൻ വ്യവസായ വകുപ്പടക്കം നിങ്ങളെ സഹായിക്കും. അത് കഴിഞ്ഞാൽ 2 കാര്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഞാൻ പറഞ്ഞെന്തൊക്കെയാണ്? ഹൗ ടു സ്റ്റാർട്ട്, ഹൗ ടു രജിസ്റ്റർ, ഹൗ ടു ഓപ്പറേറ്റ്, ഹൗ ടു മാനേജ് സസ്റ്റൈനബിൾ ആയിട്ടൊരു സംരംഭം എങ്ങനെ നടത്താൻ പറ്റും എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ആദ്യം ടെക്നോളജി ആലോചിക്കണം, സാങ്കേതികവിദ്യ, അതിൻ്റെ അടിസ്ഥാന സൗകര്യം, ഇൻഫ്രാസ്ട്രക്ചർ, അതിന് വേണ്ടുന്ന പണം, മണി, അതിന് വേണ്ടുന്ന മെറ്റീരിയൽ, അതിന് വേണ്ടുന്ന മെഷീൻസ്, അതിന് വേണ്ടുന്ന മാൻ പവർ, അതിന് വേണ്ടുന്ന മാനേജീരിയൽ കപ്പാസിറ്റി, അതിന് വേണ്ടുന്ന മാർക്കറ്റിംഗ്. ഇത്രയൊക്കെ ഏകദേശമൊക്കെ ആകുമ്പോൾ വിശാലമായി പഠിക്കുമ്പോൾ ഇതെല്ലാം സമാരിക്കുമ്പോൾ എല്ലാം ഗൂഗിളിൽ തപ്പേ കിട്ടും. AI നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അല്ലേ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ നിങ്ങൾക്ക് കിട്ടും. 10ാം ക്ലാസ്സൊന്നും പഠിക്കാത്ത അമ്മമാർക്ക് ദിവസം 2 GB തികയുന്നില്ല അല്ലേ? ആ ഗൂഗിൾ കാലത്ത് നമ്മുടെ വീട്ടിലെ എല്ലാവരും അമ്മമാരെല്ലാം ഡിജിറ്റലി വലിയ ആൾക്കാരായില്ലേ? ഉച്ചയാകുമ്പോൾ 2 GB. ഞാൻ ഊണ് കഴിക്കാൻ വീട്ടിൽ പോകുമ്പോൾ 90 വയസ്സുള്ള ഭാര്യയുടെ അമ്മ പറയും, ഒന്ന് ഹോട്ട്സ്പോട്ട് ഇട്ടാണ്. മോളുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കില്ല, മരുമോൻ്റെ അടുത്ത് ഇന്ന് പറയാമല്ലോ അല്ലേ? അതാണ് സംഭവം. അങ്ങനെയാണ്. അപ്പോൾ നമ്മളെല്ലാം ഡിജിറ്റലി ലിറ്ററേറ്റാണ്. പക്ഷേ അബദ്ധത്തിൽ ചെന്ന് പെടാൻ വലിയ താമസമൊന്നും വേണ്ട. യെസ്, ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ കൂടി ഓർക്കണം. നിങ്ങൾ കേരളത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ ആവാസ വ്യവസ്ഥയെ, അയൽവക്കക്കാരനെ ഉപദ്രവിക്കാത്ത തരത്തിൽ ഒരു സംരംഭം നടക്കാൻ നിങ്ങൾ ഒരു അറിവുള്ളവരും ശ്രദ്ധ ചെലുത്തേണ്ടതുമാണ്. അതിനാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഉള്ളതും നിങ്ങളെ പറഞ്ഞു തരുന്നത്. ഈ ബാലികേറ മലയൊന്നും അല്ല ഈ കാര്യങ്ങൾ. ഇവിടെ ക്രഷറുണ്ട്, ഇവിടെ പിന്നെ കോഴി വേസ്റ്റിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥാപനമുണ്ട്, ഇവിടെ ഒരുപാട് ഹസാഡസ് ഇൻഡസ്ട്രികളുണ്ട് അല്ലേ, ടൈറ്റാനിയം ഉണ്ട്. അപ്പോൾ മീഡിയം ഇൻഡസ്ട്രികൾ, ചെറിയ രീതിയിൽ പൊല്യൂഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കൺട്രോൾ മെഷേഴ്സൊക്കെ എടുത്ത് ചെയ്യാനുള്ള സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങാം. അപ്പോൾ ഒരു പബ്ലിക് സപ്പോർട്ട് നിങ്ങൾക്ക് വേണം. ഞാൻ പബ്ലിക് ഇൻ്റർഫിയറൻസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായി പോകും. ഒരു പബ്ലിക് സപ്പോർട്ട് നിങ്ങളതിൽ നേടിയെടുക്കണം നിങ്ങളുടെ ബുദ്ധിപരമായി. ദെൻ ലാസ്റ്റ് വൺ ഗവൺമെൻറ് സപ്പോർട്ട്. അതിനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഗവൺമെൻറ് സപ്പോർട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വസൂലാക്കി തരുന്നതിനും ഒരുക്കി തരുന്നതിനും തയ്യാറുള്ളപ്പോൾ തന്നെ നിങ്ങളോടൊപ്പം സാമ്പത്തികമായും സാങ്കേതികമായും സർവ്വതലത്തിലും നിങ്ങളോട് സഹകരിക്കുമ്പോൾ സാമ്പത്തികമായി കുറച്ച് സബ്സിഡിയും കൂടി നമ്മൾ തരും. ഒരു പ്രോജക്റ്റുമായി ബാങ്ക് മാനേജർ ചെന്നാൽ ബാങ്ക് മാനേജർ ചോദിക്കും, ശരി അല്ലേ, ഒരു യുവ സംരംഭകൻ ബിടെക്കൊക്കെ കഴിഞ്ഞ് പബ്ലിക് സെക്ടറിലോ പ്രൈവറ്റ് സെക്ടറിലോ ജോലി കിട്ടാത്ത ഒരു ഐഡിയയുമായി അദ്ദേഹം ചെല്ലുകയാണ്. സ്റ്റാർട്ടപ്പ് എന്ന് പറയും, ഇന്നോവേഷൻ അല്ലേ, നല്ലൊരു ഐഡിയ ആയിട്ട് പോകും. അപ്പോൾ ഈ ബാങ്കിലെ മാനേജർ നല്ലൊരു ഇൻ്റർവ്യൂ ആയിട്ട് പറയും, ശരി ഓക്കെ 10 ലക്ഷം രൂപ വേണം അല്ലേ, ഇതിൽ നീ ഞാൻ എത്ര തരണം? ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അയാൾ, അത് ഞാൻ ഒന്നുമില്ലാത്ത ഞാൻ 10 ലക്ഷം രൂപ വരെ കൊളാട്രൽ ഫ്രീ ഇല്ലാതെ ഇവിടെ തരണമെന്നല്ലേ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത്. അതിൽ സ്പെഷ്യൽ എംഫസൈസ് ഉണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് 20 ലക്ഷം വരെ ആകാമെന്നാണ് ചില കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞിട്ടാണ്. അപ്പം ഞാൻ എൻ്റെ മാർജിൻ വേണോ? അത് ചോദിക്കുന്നത് ബാങ്ക് മാനേജർ ഒരു ഉറപ്പ് വരുത്താൻ. ഇവൻ
ഇതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ പറയും, അപ്പോൾ ചോദിക്കും വീട്ടിലാരൊക്കെ ഉണ്ട്, അച്ഛനുണ്ട് അമ്മയുണ്ട്, നിങ്ങൾക്കായിട്ട് എത്ര സെൻറ്റ് കിട്ടും, ഇതൊക്കെ ബാങ്ക് മാനേജർ ചോദിക്കും. അൺഡിവൈഡഡ് പ്രോപ്പർട്ടി ഇതൊന്നും അവിടെ പറയാക്കൂല, ഭാഗം വയ്ക്കുന്ന എത്ര. അപ്പോൾ പറയും എൻ്റെ ഇച്ചിരി പൈസയൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ശരി. ബാങ്ക് ആദ്യം പറയുന്നത് 50-50, 50 നീ എടു, 50 ഞാൻ തരാം. അപ്പോൾ 5 ലക്ഷം എങ്ങനെ എടുക്കും? അപ്പോൾ എന്നാലും ഇവരൊരു മാർജിൻ പേടിക്കും, ഒരു 10%, ഒരു 5% പറഞ്ഞ് ശരി ഒരു 5%, 50,000 രൂപയെങ്കിലും പുള്ളി കണ്ടെത്തണം. അത് ഒരു നല്ല സംരംഭകനാണ്. കൂട്ടുകാരെന്നോ ആരെയും നിങ്ങൾ കടം മേടിക്കാൻ ശ്രമിക്കും. ബാക്കി 9 ലക്ഷം ഇവർ ലോൺ കൊടുക്കാൻ തയ്യാറാവും. അപ്പോൾ അവർ പറയും, ഇവിടെ കുറേ വകുപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ, വ്യവസായ വകുപ്പ്, അവരെ കൂടെ പാർട്ടിക്ക് അറിഞ്ഞുകൂടെങ്കിലും അവർ പറയും, അറിയാമെങ്കിൽ നേരിട്ട് വരും. അതിൽ ഒരു 35% വരെ ഞങ്ങൾ സബ്സിഡി തരും. അപ്പോൾ 40% 5% നിങ്ങൾ ഇടണം, 50,000 രൂപ. ഒരു 3.5 ലക്ഷം രൂപ വ്യവസായ വകുപ്പ് വരും. 4 ലക്ഷമായ ബാക്കി 6 ലക്ഷം വിത്തൗട്ട് കൊളാറ്ററൽ സെക്യൂരിറ്റി ബാങ്ക് വരും. 10 ലക്ഷം രൂപയുടെ സംരംഭം മിനിമം ചെയ്യാം. 1 ഹൗസ് 1 എൻ്റർപ്രൈസ്. നമ്മൾ ഈ സംസാരത്തിൻ്റെ അവസാന ഘട്ടത്തിലോട്ട് പോവുകയാണ്. ഈ കേരളത്തിൽ ഒരു വീട്ടിൽ ഒരു സംരംഭം എന്ന നിലയിൽ 10 ലക്ഷം രൂപ വരെയുള്ള ഏത് സംരംഭം തുടങ്ങാനും വിത്തൗട്ട് കൊളാറ്ററൽ സെക്യൂരിറ്റിയിൽ 4% പലിശയ്ക്ക്, കൃഷിക്ക് പോലും 6% പലിശയാണ് വ്യവസായ വകുപ്പ് ബാങ്ക് മുഖാന്തരം തരുന്നു. എവരി 6 മന്ത്സ് നിങ്ങളുടെ പലിശയിൽ 4% നിങ്ങൾ അടച്ചാൽ ബാക്കി 6 ഞങ്ങളുടേക്കും. അത് 11% ആയിപ്പോയാൽ നിങ്ങൾ 5 അടയ്ക്കണം, 6 നമ്മൾ തരും. 9% ഉള്ളെങ്കിൽ നിങ്ങൾ 4 അടയ്ക്കണം, ഞങ്ങൾ 5 തരും. അപ്പം നിങ്ങൾ മാക്സിമം 4 അടച്ചാൽ മതി, നിങ്ങൾ മിനിമം 4 അടച്ചാൽ മതി, 6 ഞങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് തരും. ഓക്കെ, അങ്ങനെ ഒരു സബ്സിഡി ഈ ലോകത്ത് ഒരു രാഷ്ട്രത്തിലുമില്ല, ഒരു ഭൂഖണ്ഡത്തിലുമില്ല, ഒരു സംസ്ഥാനത്തുമില്ല. അപ്പോൾ ചെറിയ ബുദ്ധി മാത്രം മതി. ഒരു വീട്ടിൽ ഒരു സംരംഭം. കണ്ണൂർ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുതിർന്ന നമ്മളൊരു നിയമസഭയിലെ വ്യക്തിയാണ് കടന്നപ്പള്ളി സാറ്. അദ്ദേഹം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് കോർപ്പറേഷൻ പരിധിയും പിന്നെ ഒരു പഞ്ചായത്ത് കൂടെ ഉണ്ട് ആ മണ്ഡലത്തിൽ, കണ്ണൂർ മണ്ഡലം മുണ്ടേരി പഞ്ചായത്ത്. എന്നോട് വിളിച്ച് പറഞ്ഞു, ഈ പ്രോജക്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടേ പുള്ളി, അതാണ് ബുദ്ധി. GMA എൻ്റെ പഞ്ചായത്തിൽ 16 വാർഡുണ്ട്, 16 മെമ്പർമാരെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നിട്ട് GM കൂടെ വരണം, എല്ലാ വീട്ടിലും നമുക്ക് കയറി ഇറങ്ങണം. ഞാൻ ആലോചിച്ചു, ദൈവമേ ഈ ഒരു പഞ്ചായത്തിൽ എല്ലാ അദ്ദേഹവും ഞാനും കൂടെ കയറി ഇറങ്ങി ഒരു വീട്ടിൽ സർക്കാർ ഉദ്യോഗസ്ഥർ പൂർണ്ണമായും ഉണ്ടെങ്കിൽ പറ്റൂല, സർക്കാർ ഉദ്യോഗസ്ഥരല്ലാത്ത 18 വയസ്സ് കഴിഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ ഒരു സംരംഭം എന്ന നിലയിൽ കേരളത്തിൽ ആ പഞ്ചായത്ത് മാതൃകാപരമായി ആദ്യമായിട്ട് എല്ലാ വീട്ടിലും സംരംഭം എന്ന ഖ്യാതി നേടാൻ പോവാണ്. അത്തരത്തിൽ നിങ്ങളിവിടെ ഞാനുമായി ഇൻട്രാക്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും പറയുക, ഒരു വീട്ടിൽ ഒരു സംരംഭം തുടങ്ങാൻ 10 ലക്ഷം വരെ കൊളാറ്ററൽ ഫ്രീ ആയിട്ട് നല്ല പ്രോജക്റ്റുകൾക്ക് 4% പലിശ ആ സബ്സിഡിയോടുകൂടി നിങ്ങൾക്ക് വായ്പ തരും. അത്തരത്തിൽ നിങ്ങളുടെ പ്രോജക്റ്റുകൾക്ക് പരമാവധി 35% വരെ സബ്സിഡി കിട്ടുന്ന സാമ്പത്തിക സഹായങ്ങളും ഞങ്ങൾ തരും. ഈ ഗവൺമെൻറ് സപ്പോർട്ടിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, യു മേ സ്റ്റാർട്ട് എ ബിസിനസ് ബൈ അക്നോളജിങ് ദ ലോസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ സ്റ്റേറ്റ്. ഈ സംസ്ഥാനത്തിൻ്റെ ആവാസ വ്യവസ്ഥയിൽ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ, നിങ്ങളും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിൽ ഒരു സംരംഭം തുടങ്ങിക്കോ, അതിന് എല്ലാവിധ സപ്പോർട്ടും ഗവൺമെൻറ് തരും. ഓക്കെ, ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് വേർഡ് ഫ്രം മൈ എൻഡ്. എൻ്റെ കയ്യിൽ നിന്നും ആ ഒരു വാക്ക് മാത്രമേ തരാൻ പറ്റൂ. അതിൻ്റെ പ്രവൃത്തി പദ്ധതിയിൽ എത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2022-23 1 ലക്ഷം സംരംഭങ്ങൾക്ക് പകരം 1,40,000 സംരംഭങ്ങൾ കേരളത്തിലുണ്ടായി. അടുത്ത വർഷത്തിൽ 1,18,000 ഉണ്ടായി. അപ്പോൾ ചോദിക്കും എന്തുകൊണ്ട് കുറഞ്ഞെന്ന്. അങ്ങനെ എല്ലാവരും സംരംഭം തുടങ്ങാക്കൂല്ലോ. ഈ വർഷവും 1 ലക്ഷത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ വർഷം 8 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയി, അടുത്ത വർഷം 9 മാസം കൊണ്ട് കംപ്ലീറ്റ് ആയി. ഈ വർഷം ഞാൻ വിചാരിക്കുന്നത് ഈ ഡിസംബറിൽ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് 45%. എൻ്റെ ടാർഗറ്റ് 12,000 സംരംഭമാണ്. കേരളത്തിൽ 1 ലക്ഷമാണെങ്കിൽ അതിൽ 45% ഇവിടെ നേടിക്കഴിഞ്ഞു. ഈ ഡിസംബറിന് മുമ്പ് ഈ 1 ഹൗസ് 1 എൻ്റർപ്രൈസ് എന്ന നിലയിൽ 12,000 സംരംഭം മിനിമം ടാർഗറ്റാണ്. അത് നേടാനുള്ള പാതയിലൂടെയാണ് വ്യവസായ വകുപ്പും ജില്ലാ വ്യവസായ കേന്ദ്രം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളോട് പറയുകയും അതിൻ്റെ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ലോക്കൽ ബോഡിയിൽ ചെന്നാൽ നിങ്ങളെ സ്വീകരിക്കാൻ ഒരു ബിടെക്കുകാരിയായ ഒരു MBA-കാരനായ ഒരു MBA-കാരിയായ എൻ്റർപ്രൈസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് നിങ്ങളെ കാത്തിരിക്കും. പ്ലീസ് കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ സംരംഭരോടും നിങ്ങളോടും സംവദിക്കാൻ ഒരു അവസരം തന്ന HRPM-നോടും അതിൻ്റെ എല്ലാ നടത്തിപ്പുകാരോടും കുറച്ചധികം സമയം ഞാൻ എടുത്തു.
എൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അഗൈതമായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ അംബാസഡർമാരായി മാറും. MSME ഡെവലപ്മെൻറ്റ് കേന്ദ്രത്തിൻ്റെയും MSME ഡെവലപ്മെൻറ്റ് ഭാഗമായി നിങ്ങൾ ഓരോരുത്തരും അംബാസഡർമാരാവും. സംസ്ഥാനത്തെ സഹായിക്കും. നിങ്ങളൊക്കെ ഇവിടെ ഒരു സംരംഭം തുടങ്ങും എന്ന പ്രത്യാശയോടെ എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir.